ഗുഡ് മോർണിംഗ് ഓൾ. എൻ്റെ പേര് അഞ്ജിത കെ മനോജ്. ഞാൻ MSc ഫുഡ് സയൻസ് ആൻഡ് ന്യൂട്രീഷനിൽ പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ആണ്. ഞാനിവിടെ മെയിനായിട്ട് ക്ലാസ് എടുക്കുന്നത് ഫുഡ് സേഫ്റ്റി ഓഫീസർക്ക് വേണ്ടി പഠിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. അതിൽ എൻ്റെ ടോപ്പിക്ക് വരുന്നത് ന്യൂട്രീഷണൽ ബയോകെമിസ്ട്രി. ന്യൂട്രീഷൻ ബയോകെമിസ്ട്രിയിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ന്യൂട്രിയൻസ് എന്താണ്, പിന്നെ മൈക്രോ ന്യൂട്രിയൻസ് എന്താണെന്നൊക്കെ. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു. അതിൻ്റെ റെക്കോർഡഡ് ക്ലാസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് കിട്ടുന്ന കമ്പോണൻസിനെയാണ് ന്യൂട്രിയൻസ് എന്ന് വിളിക്കുന്നത്. അത് നമ്മുടെ ബോഡി ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ് ന്യൂട്രിയൻസ്. എല്ലാത്തരം ന്യൂട്രിയൻസും നമ്മുടെ ബോഡിക്ക് അതിൻ്റെ കൃത്യം അളവിൽ കിട്ടിയെങ്കിൽ മാത്രമേ ബോഡി പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുള്ളൂ. അതിൽ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, നമ്മുടെ ബോഡിയിൽ ഉയർന്ന അളവിൽ വേണ്ട ന്യൂട്രിയൻസിനെയാണ് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. അതായത് അതിന്റെ മെയിൻ ഗ്രോത്ത് ഇതൊക്കെയാണ് അതിന്റെ മെയിൻ ഫങ്ഷൻസ്. പിന്നെ ബോഡീനെ പ്രൊട്ടക്ട് ചെയ്യുക, ബോഡിക്ക് വേണ്ട ഊർജം, ബോഡിയുടെ ഓരോ ഫങ്ഷനും വേണ്ട ഊർജം പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെയാണ് മൈക്രോ ന്യൂട്രിയൻസിന്റെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാല്. കാറ്റഗറി വരുന്ന 3 ന്യൂട്രിയൻസ് ആണ് കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ്, പ്രോട്ടീൻസ്. ഫങ്ഷൻസും ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ അടുത്ത ഒരു ഡിവിഷനാണ് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാല്. മൈക്രോ ന്യൂട്രിയൻസിന്റെ അത്രയും ഉയർന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. മൈക്രോഗ്രാം ഒക്കെ മതിയാവും. പക്ഷെ അത് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ICAR റെക്കമെൻഡ് ചെയ്ത RDA പ്രകാരം മൈക്രോ ന്യൂട്രിയൻസ് ആ പറഞ്ഞിരിക്കുന്ന അളവിൽ കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. മൈക്രോഗ്രാം ഒക്കെ മതിയെങ്കിൽ പോലും നമ്മൾ എന്നും അത് നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തണം. മൈക്രോ ന്യൂട്രിയൻസിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. വൈറ്റമിൻസിനെ പറ്റി എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൈറ്റമിൻ സൊല്യൂബിളും സൊല്യൂബിളും അതിന്റെ ഡീറ്റെയിൽ ക്ലാസ് ഒക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഇന്ന് ഞാനിവിടെ ക്ലാസ് എടുക്കാൻ പോകുന്നത് മിനറൽസിനെ പറ്റിയിട്ടാണ്. മിനറൽസ് എന്ന് പറഞ്ഞാലും നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, മെയിൻ എലമെന്റ്സും ട്രേസ് എലമെന്റ്സും. അതിലേക്ക് വരുന്നതിന് മുന്നേ മിനറൽസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് നമുക്ക് ഫസ്റ്റ് പറയാം. മിനറൽസ് എന്ന് പറഞ്ഞാൽ എലമെന്റ്സ് ആണ്. അതായത് കാൽസ്യം, ഫോസ്ഫറസ്, അയഡിൻ, അയൺ എന്നൊക്കെ പറയുന്ന എലമെന്റ്സിനെയാണ് മിനറൽസ് എന്ന് പൊതുവെ വിളിക്കുന്നത്. മിനറൽസ് എന്ന് പറഞ്ഞാൽ ഒരു ഇനോർഗാനിക് കമ്പോണന്റ് ആണ്. ഫുഡിലുള്ള ഒരു ഇനോർഗാനിക് കമ്പോണന്റ് ആണ് മിനറൽസ്. അത് മെയിൻ ആയിട്ട് ഫുഡിലും ടിഷ്യൂസിലൊക്കെ കാണുന്നത് ഇനോർഗാനിക് സോൾട്ടിന്റെ ഫോമിലാണ് കാണപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ ക്ലോറൈഡ്, NaCl അല്ലെങ്കിൽ കാൽസ്യം ഫോസ്ഫേറ്റ്, അതിന്റെയൊക്കെ അതേപോലെയുള്ള ഇനോർഗാനിക് സോൾട്ടിന്റെ ഫോമാണ് ഫുഡിൽ കാണപ്പെടുന്നത്. ചിലപ്പോ ഇൻ കോമ്പിനേഷൻ വിത്ത് ഓർഗാനിക് കോമ്പൗണ്ട്സ്, ഇനോർഗാനിക് സോൾട്ട് ആയിട്ടും കാണപ്പെടും, ഇൻ കോമ്പിനേഷൻ വിത്ത് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആയിട്ടും കാണപ്പെടും. അതായത് ഫോസ്ഫോപ്രോട്ടീൻസ്, ഫോസ്ഫോലിപ്പിഡ്സ്, ഹീമോഗ്ലോബിൻ അതേപോലെയുള്ള ഓർഗാനിക് കോമ്പൗണ്ടിന്റെ കൂട്ടത്തിലും ഈ ഇനോർഗാനിക് സോൾട്ടിന്റെ രൂപത്തിൽ മിനറൽസ് കാണപ്പെടും. ചിലപ്പോ അയോണിക് ഫോം, അതായത് പ്ലസ് അതേപോലെ അയോണിക് ഫോമിൽ മിനറൽസ് കാണപ്പെടാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫുഡിലുള്ള മിനറൽസ്, നമ്മൾ വൈറ്റമിൻസിന്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഈ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തിട്ട് ഒരുപാട് നേരം വാട്ടറിൽ ഇങ്ങനെ സോക്ക് ചെയ്തിടുകയാണെങ്കിൽ അത് ലീച്ചായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതായത് അത് നഷ്ടപ്പെട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് ആയാലും മിനറൽസ് ആയാലും ഒരുപാട് നേരം നമ്മൾ എന്താ പറയാ, ഫുഡിന്റെ വിഷാംശമൊക്കെ പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് സോക്ക് ചെയ്തിടുന്ന പരിപാടി ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ വിഷാംശം മാത്രമല്ല മിനറൽസും വൈറ്റമിൻസും ഒക്കെ നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഓവറായിട്ടുള്ള ഫുഡിന്റെ പ്രോസസ്സിങ്ങിൽ അല്ലെങ്കിൽ സ്റ്റോറേജ് ടൈം ഒക്കെ കൂടുമ്പോഴൊക്കെ മിനറൽസ് ഒക്കെ മിനറൽസ് മാത്രമല്ല വൈറ്റമിൻസും നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ കാണുന്ന മിനറൽസിന്റെ എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആണ് മിനറൽസിനെ
മെയിൻ എലമെന്റ്സ് ട്രേസ് എലമെന്റ്സ് എന്ന് തിരിച്ചിരിക്കുന്നത്. മെയിൻ എലമെന്റ്സിനെ നമുക്ക് മാക്രോ മിനറൽസിനും ട്രേസ് എലമെന്റ്സിനെ നമുക്ക് മൈക്രോ മിനറൽസ് എന്നും വിളിക്കാം. ഞാൻ പറഞ്ഞു മാക്രോ ന്യൂട്രിയൻസ് എന്താണ്, മൈക്രോ ന്യൂട്രിയൻസ് എന്താണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെയാണ് ഈ മിനറൽസിന്റെ ഡിവിഷൻ വരുമ്പോഴും മാക്രോ മിനറൽസ് അഥവാ മെയിൻ എലമെന്റ്സ് എന്ന് പറഞ്ഞാല് ഈ മൈക്രോ മിനറൽസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ കൂടിയ അളവിൽ നമ്മൾ കൺസ്യൂം ചെയ്യേണ്ട മിനറൽസിനെയാണ് മെയിൻ എലമെന്റ്സ് അല്ലെങ്കിൽ മാക്രോ മിനറൽസ് എന്ന് വിളിക്കുന്നത്. അതുപോലെ ട്രേസ് എലമെന്റ്സ് അല്ലെങ്കിൽ മൈക്രോ മിനറൽസ് എന്ന് പറഞ്ഞാല് മൈക്രോ മിനറൽസിന്റെ അത്രയും വേണ്ട എങ്കിലും അതിലും കുറച്ചും കൂടി കുറഞ്ഞ അളവിൽ നമ്മൾ കൺസ്യൂം ചെയ്യേണ്ട എലമെന്റ്സ് അല്ലെങ്കിൽ മിനറൽസിനെയാണ് മാക്രോ മിനറൽസ് അല്ലെങ്കിൽ ട്രേസ് എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. അതില് മാക്രോ മിനറൽസ് അല്ലെങ്കിൽ മെയിൻ എലമെന്റ്സിൽ വരുന്നതാണ് സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം, ക്ലോറിൻ, ഫോസ്ഫറസ് ആൻഡ് സൾഫർ. ഇത്രയുമാണ് മാക്രോ മിനറൽസിൽ വരുന്നത്. അതാണ് മറ്റ് എലമെന്റ്സ് അല്ലെങ്കിൽ മിനറൽസ് നോക്കുമ്പോൾ ഇത്രയും മിനറൽസ് ആണ് നമ്മൾ കുറച്ചും കൂടെ കൂടിയ അളവിൽ കൺസ്യൂം ചെയ്യേണ്ടത്. ഇനി മൈക്രോ മിനറൽസ് വരുന്നതാണ് അയൺ, അയഡിൻ, ഫ്ലൂറിൻ, സിങ്ക്, സെലേനിയം, കോപ്പർ, മാംഗനീസ്, ക്രോമിയം, മോളിബ്ഡനം, കൊബാൾട്ട് ആൻഡ് നിക്കൽ. ഇത്രയുമാണ് മൈക്രോ മിനറൽസ് അല്ലെങ്കിൽ ട്രേസ് എലമെന്റ്സിന്റെ കാറ്റഗറിയിൽ വരുന്നത്. അത് മെയിൻ എലമെന്റ്സിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ കുറഞ്ഞ മൈക്രോഗ്രാം അളവിൽ കൺസ്യൂം ചെയ്താൽ മതിയാവും. ഈ മൈക്രോ മിനറൽസ് എന്ന് പറയുന്നത് ഓവർ 100 mg per day, 100 mg per day അത്രയും അളവിൽ അതിലും 100 mg കൂടുതൽ കൺസ്യൂം ചെയ്യേണ്ട മിനറൽസിനാണ് മാക്രോ മിനറൽസ് എന്ന് വിളിക്കുന്നത്. ഈ മൈക്രോ മിനറൽസ് അല്ലെങ്കിൽ ട്രേസ് മിനറൽസ് ട്രേസ് എലമെന്റ്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ 20 mg per day മതിയാവും. 20 mg per day, ഒരു ദിവസം 20 mg കുറവ് കഴിക്കേണ്ട കൺസ്യൂം ചെയ്യേണ്ട മിനറൽസിനാണ് മൈക്രോ മിനറൽസ് എന്ന് പറയുന്നത്. ഒന്നും കൂടെ പറയാം, മൈക്രോ മിനറൽസ് എന്ന് പറഞ്ഞാല് കൂടുതൽ അളവിൽ ഒരു ദിവസം 100 mg കൂടുതൽ കൺസ്യൂം ചെയ്യേണ്ട നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തേണ്ട മിനറൽസിനെയാണ് മൈക്രോ മിനറൽസ് അഥവാ മെയിൻ എലമെന്റ്സ് എന്ന് പറയുന്നത്. ഒരു ദിവസം 20 mg 20 mg താഴെ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തേണ്ട അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ കൺസ്യൂം ചെയ്യേണ്ട എലമെന്റ്സിനെയാണ് ട്രേസ് എലമെന്റ്സ് അല്ലെങ്കിൽ മൈക്രോ മിനറൽസ് എന്ന് വിളിക്കുന്നത്. ഈ മിനറൽസിന് ധാരാളം ഫങ്ഷൻസ് ഉണ്ട് ബോഡിയിൽ. ഒരു ആവറേജ് അഡൽട്ട് ആയിട്ടുള്ള ഒരു ഹ്യൂമന്റെ ബോഡി വെയിറ്റ് എടുത്തു നോക്കിയാൽ അതിൽ 4 to 6% മിനറൽസ് ആയിരിക്കും. അതില് കൂടുതലും കാണപ്പെടുന്നത് സ്കെലട്ടൺ, അതായത് നമ്മുടെ ബോൺസിലായിരിക്കും കൂടുതലും കാണപ്പെടുന്നത്. അതേപോലെ തന്നെ ബാക്കി ഓർഗൻസിലും കുറച്ച് കാണപ്പെടുന്നുണ്ട്. ഈ ബോണിന്റെയും ടീത്തിന്റെ ഒക്കെ ഒരു മെയിൻ കോൺസ്റ്റിറ്റ്യൂന്റ് ആണ് മിനറൽസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അയണിന്റെ ഫോമില് Na+ അല്ലെ K+ അല്ലെ ക്ലോറിൻ പ്ലസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതായത് Na+, K+, Na+ എന്ന് പറഞ്ഞാൽ സോഡിയം, K+ എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം, Cl+ എന്ന് പറഞ്ഞാൽ ക്ലോറിൻ. ഈ അയാണിക് ഫോമിലും നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സിലും നമ്മുടെ ടിഷ്യൂസിലും ഒക്കെ ഉള്ള ബോഡി ഫ്ലൂയിഡ്സിലും ഈ എലമെന്റ്സ് അല്ലെങ്കിൽ മിനറൽസ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ധാരാളം എൻസൈംസ് വഴി നടക്കുന്ന മെറ്റാബോളിസത്തിന്റെയും ഒരു റെഗുലേഷന് സഹായിക്കുന്ന ഒന്നാണ് മിനറൽസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ബോഡിയിലുള്ള ആസിഡ് ബേസ് ബാലൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നതും ഈ മിനറൽസ് ആണ്. അതേപോലെ നമ്മുടെ സെൽസിന്റെ ഒക്കെ ഓസ്മോട്ടിക് പ്രഷർ അത് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നതും മിനറൽസ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ വേണ്ട എസെൻഷ്യൽ കോമ്പൗണ്ട്സിന്റെ മെംബ്രെയിൻ ട്രാൻസ്പോർട്ട്, അതായത് ഓരോ സെല്ലിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള മെംബ്രെയിൻ ട്രാൻസ്പോർട്ട് ഒക്കെ സഹായിക്കുന്നത് നമ്മുടെ മിനറൽസ് ആണ്. അതേപോലെ തന്നെ നെർവ്സിന്റെ മസിൽസിന്റെ ഒക്കെ ഇറിറ്റബിലിറ്റി അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതൊക്കെ എന്താണ് മിനറലിന്റെ ഒരു വൈറ്റൽ ഫങ്ഷൻ ആണ് ഇതൊക്കെ. ഈ ഞാൻ പറഞ്ഞു ട്രേസ് എലമെന്റ്സ് അല്ലെങ്കിൽ മൈക്രോ മിനറൽസ് എന്ന് പറയുന്നത് മൈക്രോ അല്ല മൈക്രോ മിനറൽസ് അഥവാ ട്രേസ് എലമെന്റ്സ് എന്ന് പറയുന്നത് ഒരു ദിവസം 20 mg താഴെ 20 mg താഴെ കൺസ്യൂം ചെയ്താൽ മതിയാവും. നമ്മൾ കഴിക്കുന്ന 3 നേരം കഴിക്കുന്ന ഫുഡിലൂടെ ഒക്കെ അത് ആവശ്യത്തിന് നമ്മുടെ ബോഡിയിൽ കിട്ടുന്നുണ്ടാവും. അതിൽ കൂടുതൽ നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് എക്സസ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഈ മിനറൽസിന്റെ ടോക്സിസിറ്റി ഉണ്ടാവും. ടോക്സിസിറ്റി എന്ന് പറഞ്ഞാല് അതിന്റെ അളവ് നമ്മുടെ ബോഡിയിൽ കൂടി കഴിയുമ്പോൾ
നമ്മുടെ ഡെഫിഷ്യൻസി ഡിസീസിനെക്കാട്ടിലും മാരകമായ അസുഖങ്ങളായിരിക്കും വരുന്നത്. ടോക്സിസിറ്റി നമുക്ക് ഡെഫിഷ്യൻസി എങ്ങനെയും ക്യൂർ ചെയ്യാൻ പറ്റും. കാരണം ഡെഫിഷ്യൻസി വന്നാല് നമുക്ക് അതിന്റെ അളവ് കൂടാനുള്ള മരുന്ന് കഴിച്ചാൽ മതി. പക്ഷെ അതേപോലെയുള്ള ടോക്സിസിറ്റി വന്നാല് അത് കുറയാൻ ഭയങ്കര പാടാണ് നമ്മുടെ ബോഡിയിൽ. അതുകൊണ്ട് ടോക്സിസിറ്റിയും ഡെഫിഷ്യൻസിയും വരാതെ മാക്സിമം ശ്രദ്ധിക്കുക. അത് പറഞ്ഞ അളവിൽ കഴിച്ചാൽ മതി. നല്ലതല്ലെന്ന് വിചാരിച്ചിട്ട് ഓവർ ഒരു ദിവസം ഇങ്ങനെ കഴിക്കേണ്ട കാര്യമില്ല. പറഞ്ഞ അളവിൽ കഴിച്ചാൽ മതി. ഇനി മാക്രോ ന്യൂട്രിയൻസ്, അതായത് 100 mg കൂടുതൽ ഒരു ദിവസം കൺസ്യൂം ചെയ്യേണ്ട എലമെന്റ്സിനെ പറ്റിയിട്ടാണ്, മിനറൽസിനെ പറ്റിയിട്ടാണ് ഫസ്റ്റ് പറയുന്നത്. ആ മാക്രോ മിനറൽസിൽ ആദ്യം പറയുന്നത് കാൽസ്യം. എല്ലാവരും കേട്ടിട്ടുള്ളതാണ് കാൽസ്യത്തെ പറ്റി. കാൽസ്യമാണ് നമ്മുടെ ബോഡിയിലുള്ള മിനറൽസിൽ ഏറ്റവും അബണ്ടന്റ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മിനറൽ കാൽസ്യമാണ്. ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു അഡൽട്ട് മെയിലിന്റെ ബോഡി വെയിറ്റ് എടുത്തു നോക്കിയാൽ അതിൽ 70 കിലോഗ്രാം ഉള്ള ഒരു അഡൽട്ട് മെയിലിന്റെ ബോഡി എടുത്തു നോക്കിയാൽ അതിൽ 1200 ഗ്രാമും കാൽസ്യം ആയിരിക്കും. അതായത് ടോട്ടൽ മിനറൽസിന്റെ 39% കാൽസ്യം ആയിരിക്കും. ഒരു ആവറേജ് ഒരു നല്ല വലിപ്പമുള്ള ഒരു അഡൽട്ട് ആയിട്ടുള്ള ഒരു മെയില് അയാൾക്ക് ഒരു ഏകദേശം ഒരു 70 കിലോഗ്രാം ഉണ്ടെങ്കിൽ അയാളുടെ ബോഡിയിൽ 1200 ഗ്രാമും കാൽസ്യം ആയിരിക്കും. കാൽസ്യം എന്ന് പറഞ്ഞ മിനറൽ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ കാണുന്ന ബാക്കി മിനറൽസിനെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ എല്ലാം കൂടെ നോക്കുമ്പോൾ അതിൽ 39% കാൽസ്യം ആയിരിക്കും. അതില് 99% അല്ലെങ്കിൽ 90% ഏതാണ്? നമ്മുടെ സ്കെലട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ അസ്ഥികൂടം എന്ന് പറയില്ലേ, സ്കെലട്ടൺ. അതായത് ബോൺസിലാണ് കാണുന്നത്. ഈ 90 to 99% കാൽസ്യം കാണുന്നത് സ്കെലട്ടണിലായിരിക്കും. ബോൺസില് കാൽസ്യം എങ്ങനെയാണ് കാണുന്നതെന്ന് വെച്ചാൽ കാൽസ്യം ഫോസ്ഫേറ്റ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ നോർമൽ കാൽസിഫിക്കേഷൻ ഒക്കെ നടക്കാൻ വേണ്ടിയിട്ട് ആണ് കാൽസ്യം ഫോസ്ഫേറ്റിന്റെ ആ ഒരു ഓർഗാനിക് മെട്രിക്സിന്റെ ഫോമിൽ കാണപ്പെടുന്നത്. അത് നോർമൽ കാൽസിഫിക്കേഷൻ ഒക്കെ, ബോണിലെ നോർമൽ കാൽസിഫിക്കേഷൻ ഒക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഓർഗാനിക് മെട്രിക്സിന്റെ ഫോമിൽ കാൽസ്യം കാണപ്പെടുന്നത്. ഈ കാൽസ്യം ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് ബോൺസിലാണ് കാണുന്നത് എന്ന് പറഞ്ഞു. അത് ഒന്നെങ്കിൽ ക്രിസ്റ്റലൈൻ ഫോമിൽ കാണാം, അല്ലെങ്കിൽ അമോർഫസ് ഫോമിൽ കാണാം. ഈ അമോർഫസ് ഫോമിൽ കാണപ്പെടുന്നത് എപ്പോഴാന്ന് വെച്ചാൽ ഏർലി ലൈഫ്, നമ്മൾ വളർന്നു തുടങ്ങുമ്പോൾ ആ ചെറിയ കുട്ടികളിലാണ് ഈ കാൽസ്യം ഫോസ്ഫേറ്റ് അമോർഫസ് ഫോമിൽ കാണപ്പെടുന്നത്. ബോൺസിലൊക്കെ നമ്മളെ കുറച്ചും കൂടെ അഡൽട്ട് ആയി കഴിയുമ്പോഴേക്ക്, അല്ലെങ്കിൽ ലേറ്റർ ലൈഫിൽ പ്രായമൊക്കെ ആയി കഴിയുമ്പോഴേക്ക് ക്രിസ്റ്റലൈൻ ഫോമിലാണ് ഈ കാൽസ്യം ഫോസ്ഫേറ്റിൽ ബോൺസിൽ പ്രസന്റ് ആയിരിക്കുന്നത്. ഒരു അഡൽട്ട് ആയിട്ടുള്ള ഒരു മാൻ എന്ന് പറഞ്ഞാൽ എന്താ, വിമൻസ് ആയിക്കോട്ടെ മെയിൽസ് ആയിക്കോട്ടെ, അഡൽട്ട് ആയിട്ടുള്ള ഒരാളില് ഏകദേശം ഒരു 700 mg ഓഫ് കാൽസ്യം, 700 mg കാൽസ്യം ദിവസവും എൻ്റർ ആൻഡ് ലീവ്സ് ദ ബോൺ, അതായത് ബോണിൽ തിരിച്ചു കയറുകയും അതേപോലെ തന്നെ ലീവ് ചെയ്യുന്നുണ്ട്. കാൽസിഫിക്കേഷൻ ഒക്കെ വേണ്ടിയിട്ട്, ബോണിന്റെ ആ ഒരു ദൃഢത നിലനിർത്താനൊക്കെ വേണ്ടിയിട്ട് 700 mg ആണ് ദിവസം ലീവ് ആൻഡ് എൻ്റർ ദ ബോൺ. അതേപോലെ തന്നെ 90 to 99% ബോൺസിലാന്ന് പറഞ്ഞു. ബാക്കി 1% എവിടെയാണെന്ന് വെച്ചാൽ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സോഫ്റ്റ് ടിഷ്യൂസിലാണ് കാൽസ്യം കാണപ്പെടുന്നത്. ബോൺസിൽ കാൽസ്യം ഫോസ്ഫേറ്റിന്റെ ഫോമിലാന്ന് പറഞ്ഞു. പക്ഷെ ഈ ബോഡി ഫ്ലൂയിഡ്സിലും സോഫ്റ്റ് ടിഷ്യൂസിലൊക്കെ കാൽസ്യം കാണപ്പെടുന്നത് കാൽസ്യം അയോണിന്റെ ഫോമിലാണ്. ഈ കാൽസ്യം അയോണിന്റെ ഫോമിൽ എന്തിനാണ് കാണപ്പെടുന്നത് എന്ന് വെച്ചാല് ചില എൻസൈംസിന്റെ ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ കാൽസ്യം അയോണിന്റെ ഫോമിൽ കാണപ്പെടുന്നത്. അതേപോലെ തന്നെ ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് കാൽസ്യം എന്ന് പറയുന്നത്. നമ്മുടെ ബ്ലഡ് ഒക്കെ ക്ലോട്ട് ആവാൻ സഹായിക്കുന്ന ഒരു ഫാക്ടറാണ് കാൽസ്യം. ആ ബ്ലഡ് ഒക്കെ ക്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാൽസ്യം അയോണിന്റെ ഫോമില് നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സിലും ടിഷ്യൂസിലും ഒക്കെ കാണപ്പെടുന്നത്. അതേപോലെ തന്നെ മസിൽസിന്റെയും നെർവ്സിന്റെ ഒക്കെ ഫംഗ്ഷന് വേണ്ടിയിട്ടും, അതേപോലെ തന്നെ മയോകാർഡിയൽ ഹാർട്ടിന്റെ ഫംഗ്ഷന് വേണ്ടിയിട്ടും, പിന്നെ അതേപോലെ തന്നെ മയോകാർഡിയൽ ഫംഗ്ഷന് വേണ്ടിയിട്ടും, അതേപോലെ തന്നെ മസിൽസിന്റെ കോൺട്രാക്ഷനും റിലാക്സേഷനും ഒക്കെ വേണ്ടിയിട്ടാണ് കാൽസ്യം അയോണിന്റെ ഫോമിൽ കാണപ്പെടുന്നത് ബോഡി ഫ്ലൂയിഡ്സിലും ടിഷ്യൂസിലും. ബോൺസിൽ കാൽസ്യം ഫോസ്ഫേറ്റിന്റെ ഫോമിലാണ്. നമ്മുടെ ബോഡിയിലുള്ള 90 to 99% ബോൺസിലാണ് കാണപ്പെടുന്നത്.
കാൽസ്യം ഫോസ്ഫേറ്റിന്റെ ഫോമിലാണ് കാണപ്പെടുന്നത്. ബാക്കിയുള്ള 1% എന്ന് പറയുന്നത് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് ടിഷ്യൂസിലെ അയോണിക് ഫോമിലാണ് കാണപ്പെടുന്നത്. അതായത് Ca+ ആ ഫോമിലാണ് കാണപ്പെടുന്നത്. എന്തിനാന്ന് വെച്ചാല് ധാരാളം എൻസൈംസിന്റെ ആക്ടിവിറ്റീസിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും ബ്ലഡ് ക്ലോട്ടിങ്, ബ്ലഡ് ഒക്കെ കട്ട പിടിക്കാനായിട്ട് സഹായിക്കാനും പിന്നെ പെരിഫറൽ നെർവ്സിന്റെ മസിൽസിന്റെ ഒക്കെ എക്സൈറ്റബിലിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും അതേപോലെ തന്നെ മയോകാർഡിയൽ ഫങ്ഷൻ അതിനു വേണ്ടിയിട്ടും പിന്നെ മസിൽ കോൺട്രാക്ഷൻ, നമ്മുടെ മസിൽസിന്റെ ഒക്കെ കോൺട്രാക്ഷൻ ഒക്കെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാൽസ്യം, ബാക്കിയുള്ള 1% കാൽസ്യം ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് ടിഷ്യൂസിലെ അയോണിക് ഫോമിൽ കാണപ്പെടുന്നത്. നമ്മള് ഫുഡിലൂടെ മെയിൻ സോഴ്സ് എന്ന് പറഞ്ഞാൽ മിൽക്കാണ്. ആ മിൽക്കിലൂടെ ബാക്കി ഡയറി പ്രോഡക്ട്സ്, റാഗി, നട്ട്സ്, സിസാമി സീഡ്സ് എന്ന് പറഞ്ഞാൽ എള്ള്, അതിലൊക്കെ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ഫുഡിലൂടെ കിട്ടുന്ന 20 to 30% ഓഫ് കാൽസ്യം നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഈ കാൽസ്യം അബ്സോർബ് ചെയ്യണമെങ്കിൽ വേറൊരു മിനറലും കൂടെ ആവശ്യമായിട്ടുണ്ട്. ആ മിനറലാണ് ഫോസ്ഫറസ് എന്ന് പറയുന്നത്. ഈ ഫോസ്ഫറസിന്റെ റേഷ്യോയും കാൽസ്യത്തിന്റെ റേഷ്യോയും അത് രണ്ടും കാൽസ്യം ഫോസ്ഫറസ് റേഷ്യോ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ കാൽസ്യത്തിന്റെ പൂർണ്ണമായിട്ടുള്ള അബ്സോർപ്ഷൻ നമ്മുടെ ബോഡിയിൽ നടക്കുള്ളൂ. അതുകൊണ്ട് കാൽസ്യം മാത്രം പോരാ, നമ്മുടെ ബോഡിയിൽ ഫോസ്ഫറസ് വേണം, എങ്കിലേ കാൽസ്യം കൂടി ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോസ്ഫറസിന്റെ അളവ് കുറവാണെങ്കിൽ കാൽസ്യത്തിന്റെ അബ്സോർപ്ഷനും കുറവായിരിക്കും. 20 to 30% ആണ് ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന നമ്മൾ കഴിക്കുന്ന ഫുഡിലൂടെ കിട്ടുന്ന കാൽസ്യം. അതേപോലെ തന്നെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഈ ബോഡിയിലെ കാൽസ്യത്തിന്റെ അപ്ടേക്കിനെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അഥവാ ഡിക്രീസും ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ വൈറ്റമിൻ ഡി റിച്ച് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുകയാണെങ്കിൽ, ഫുഡല്ല അല്ലെങ്കിൽ അത്യാവശ്യം സൺലൈറ്റ്, വൈറ്റമിൻ ഡി ഞാൻ പറഞ്ഞു സൺലൈറ്റിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പൊ രാവിലെ വൈകുന്നേരവും ഇളം വെയിൽ കൊള്ളുന്ന ദിവസവും ഇളം വെയിൽ കൊള്ളുന്ന ആളാണെങ്കിൽ അയാളുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡിയുടെ പ്രൊഡക്ഷൻ ഉണ്ടാവും. വൈറ്റമിൻ ഡി ഉള്ള ഒരാളാണെങ്കിൽ അയാളുടെ ബോഡിയിൽ കാൽസ്യം അബ്സോർപ്ഷനും ഈസി ആയിരിക്കും. അതേപോലെ അതായത് വൈറ്റമിൻ ഡി കാൽസ്യം അബ്സോർപ്ഷന്റെ ഒരു ഫാക്ടറാണ്. അതേപോലെ തന്നെ ലോ pH, അതേപോലെ തന്നെ പ്രസൻസ് ഓഫ് ലാക്ടോസ്. ലാക്ടോസ് എന്ന് പറഞ്ഞാൽ മിൽക്ക് ഷുഗർ ആണ്. മിൽക്കിലുള്ള ഒരു കാർബോഹൈഡ്രേറ്റ് ആണ് ലാക്ടോസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഫാറ്റ് ഒക്കെ കുറഞ്ഞ ലോ കോൺസെൻട്രേഷൻ ഓഫ് ഫാറ്റിന്റെ ഒക്കെ കോൺസെൻട്രേഷൻ കുറവായിട്ടുള്ള ഒരാളില്, അതേപോലെ തന്നെ പ്രോട്ടീന്റെ ഇൻടേക്ക്, പ്രോട്ടീൻ ഒക്കെ ധാരാളം, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് ഒക്കെ ധാരാളം കഴിക്കുന്ന ഒരാൾക്ക് ഒക്കെ കാൽസ്യം അബ്സോർപ്ഷൻ കൂടാനുള്ള ചാൻസ് ആണ് ഉള്ളത്. നേരെ മറിച്ച് ഇപ്പൊ ഹൈ pH ആയിട്ടുള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ പാലൊന്നും കുടിക്കാത്ത, ലാക്ടോസിന്റെ അളവൊന്നും ശരീരത്തിൽ ഇല്ലാത്ത ഒരാൾക്ക്, അതേപോലെ തന്നെ ഫാറ്റിന്റെ കോൺസെൻട്രേഷൻ ഒക്കെ കൂടുതലുള്ള ആൾക്ക്, അതേപോലെ തന്നെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി അല്ലെങ്കിൽ വൈറ്റമിൻ ഡിയുടെ നിശ്ചിത അളവ് ബോഡിയിൽ ഇല്ലാത്ത ഒരാൾക്കൊക്കെ ആണെങ്കിൽ കാൽസ്യം ഡെഫിഷ്യൻസിയും വരാനുള്ള ചാൻസ് കൂടുതലാണ്. കാൽസ്യത്തിന്റെ അബ്സോർപ്ഷനും അപ്ടേക്കൊക്കെ കുറവായിരിക്കും ബോഡിയിൽ. ഈ ചില ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, അതായത് ടൊമാറ്റോസ് പോലെയുള്ള, തക്കാളി പോലെയുള്ള വെജിറ്റബിൾസിലൊക്കെ ഓക്സാലിക് ആസിഡിന്റെ പ്രസൻസ് ഉണ്ട്. ഈ ഓക്സാലിക് ആസിഡ് റിച്ച് ആയിട്ടുള്ള ഫുഡ് നമ്മൾ ഡെയിലി കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ ഈ കാൽസ്യം എന്ത് ചെയ്യും, കാൽസ്യം ഈ ഓക്സാലേറ്റും ആയിട്ട് ചേർന്ന് വേറൊരു കോമ്പൗണ്ട് ആവും. അല്ലെങ്കിൽ ഫൈറ്റിക് ആസിഡ് റിച്ച് ആയിട്ടുള്ള സീരിയൽസിലും ഒക്കെ ഫൈറ്റിക് ആസിഡ് ഉണ്ട്. ആ ഫൈറ്റിക് ആസിഡ് ഒക്കെ റിച്ച് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ എന്താ, ഇത് വേറൊരു കോമ്പൗണ്ട് ആയിട്ട് നമ്മുടെ കാൽസ്യം അബ്സോർപ്ഷൻ ഒക്കെ കുറയ്ക്കും. അതേപോലെ തന്നെ ഈ കാൽസ്യം ഓക്സാലേറ്റ് നമ്മുടെ ബോഡി കിഡ്നിയിലും അതേപോലെ തന്നെ ഗോൾ ബ്ലാഡറിലും സ്റ്റോൺ ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. ഗോൾ ബ്ലാഡറിലും കിഡ്നിയിലും ഒക്കെ സ്റ്റോൺ ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ കാൽസ്യത്തിന് അബ്സോർപ്ഷൻ കുറയാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ കഴിക്കുന്ന നമ്മുടെ ബോഡിയിൽ അബ്സോർബ് ചെയ്യുന്ന ഇൻജസ്റ്റ് ചെയ്യുന്ന കാൽസ്യം അതിൽ 65 to 70% നമ്മുടെ യൂറിൻ അല്ലെങ്കിൽ ഫീക്കസ് വഴി എക്സ്ക്രീറ്റ് ആയി പോവാനുള്ള ചാൻസും ഉണ്ട്. ഈ കാൽസ്യത്തിന്റെ നമ്മൾ കഴിക്കുന്ന അളവനുസരിച്ച് അതിന്റെ എക്സ്ക്രീഷന്റെ അളവിലും വ്യത്യാസം വരാം. അതേപോലെ തന്നെ യൂറിൻ ഫീക്കസ് വഴി മാത്രമല്ല, നമ്മൾ വേർക്കുമ്പോൾ നമ്മുടെ സെറ്റ് വഴിയും കാൽസ്യത്തിന്റെ ലോസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഈ കാൽസ്യം ഡെഫിഷ്യൻസിയിൽ മെയിൻ ആയിട്ട് പറയുന്നത് റിക്കറ്റ്സ് ആണ്. റിക്കറ്റ്സ് വൈറ്റമിൻ ഡിയുടെ ഒരു ഡെഫിഷ്യൻസി ഡിസീസും കൂടെയാണ്. ഈ കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി ഡിസീസ് ആയിട്ട് റിക്കറ്റ്സ് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കാൽസ്യം അബ്സോർബ് ചെയ്യണമെങ്കിൽ വൈറ്റമിൻ ഡി കൂടിയേ തീരും. അതുകൊണ്ടാണ് കാൽസ്യം ഡെഫിഷ്യൻസിയുടെ കൂട്ടത്തിലും റിക്കറ്റ്സിന്റെ പേരും കൂടെ പറയുന്നത്.
അഡൽട്സില് ഈ റിക്കറ്റ്സ് വരുന്നത് ചിൽഡ്രൻസിലാണ് മെയിൻ ആയിട്ട്. അഡൽട്സിൽ വരുന്ന ഒരു കാൽസ്യം ഡെഫിഷ്യൻസി ആണ് ഓസ്റ്റിയോമലേഷ്യ. ഇതും നമ്മൾ വൈറ്റമിൻ ഡിയുടെ കേസിൽ പറഞ്ഞിരുന്നു. അത് ഇവിടെ പറയാനുള്ള കാരണം ഞാൻ പറഞ്ഞു, വൈറ്റമിൻ ഡി ഉണ്ടെങ്കിൽ കാൽസ്യം അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഓസ്റ്റിയോമലേഷ്യം ഓസ്റ്റിയോപോറോസിസും ഒക്കെ കാൽസ്യം ഡെഫിഷ്യൻസിയുടെ ഭാഗമായിട്ടും പറയുന്നത്. ബോൺസിന്റെ ഒക്കെ ഗ്രാജുവൽ ആയിട്ടുള്ള ഡീമിനറലൈസേഷനും എന്ത് കാരണമാവുന്നു? ഈ കാൽസ്യം ഡെഫിഷ്യൻസി, കാൽസ്യത്തിന്റെ അളവ് ബോഡിയിൽ ഇല്ലെങ്കിൽ അതും കാരണമാവുന്നുണ്ട്. പിന്നെ ഏജ് കൂടുന്നതനുസരിച്ച് കാൽസ്യം അബ്സോർപ്ഷനിൽ കുറച്ച് കുറവ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പ്രായമായവരിലൊക്കെ പെട്ടെന്ന് ഈ ബോണൊക്കെ ഫ്രാക്ചർ, എല്ലൊക്കെ ഫ്രാക്ചർ ആവാനുള്ള. ഈ WHO അല്ലെങ്കിൽ ICMR റെക്കമെൻഡ് ചെയ്യുന്ന കാൽസ്യം ഇൻടേക്കിന്റെ അളവ് എത്രയെന്ന് വെച്ചാല്, RD എത്രയെന്ന് വെച്ചാല് 800 mg ഫോർ ചിൽഡ്രൻ. ചിൽഡ്രനിലാണ് കൂടുതൽ വേണ്ടത്. വളരുന്ന എല്ലൊക്കെ ബലം വെച്ച് വരുന്ന ഒരു പ്രായമായതുകൊണ്ട് കാൽസ്യത്തിന്റെ ഇൻടേക്ക് കൂടുതൽ വേണ്ടത് ചിൽഡ്രൻസിലാണ്. 800 mg ആണ് പറയുന്നത് ചിൽഡ്രൻസില്. അതേപോലെ തന്നെ അഡൽട്ട് ആയിട്ടുള്ള മെയിൽസിലും ഫീമെയിൽസിലും 400 to ആണ് പറയുന്നത് കാൽസ്യത്തിന്റെ RD. പിന്നെ അതേപോലെ തന്നെ പ്രഗ്നൻസിയിലും ലാക്ടേഷനിലും ഒക്കെ കുറച്ചും കൂടെ കൂടുതൽ കാൽസ്യത്തിന്റെ അളവ് ബോഡിയിൽ വേണം. പിന്നെ 10 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണെങ്കിൽ 1200 mg പെർ ഡേ ആണ് കാൽസ്യം വേണ്ടത്. ഇതിന്റെ മെയിൻ സോഴ്സ് ഏതൊക്കെയാന്ന് വെച്ചാൽ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് ആണ് മെയിൻ സോഴ്സ്. ഡയറി പ്രോഡക്ട്സ്, ചീസ്, ബട്ടർ, മിൽക്ക് അതേപോലെ ഉള്ളതൊക്കെയാണ്. മിൽക്കിന്റെ പ്രൊഡക്ട്സ് ആണ് മെയിൻ സോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ നട്ട്സ്, സെസാമി സീഡ്സ് അതെന്ന് പറഞ്ഞാൽ എള്ള്, പിന്നെ റാഗി അഥവാ മില്ലറ്റ്സ്, അതൊക്കെയാണ് മെയിൻ സോഴ്സ് ഓഫ് കാൽസ്യം എന്ന് പറയുന്നത്. പക്ഷെ മീറ്റ്, പൗൾട്രി, ഫിഷ് അതിലൊക്കെ കാൽസ്യം കുറവാണ്, പ്യുവർ സോഴ്സ് ആണ്. പിന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിലും കാൽസ്യത്തിന്റെ അളവ് കുറവാണ്. ഇത്രയാണ് കാൽസ്യത്തെ പറയാനുള്ളത്. ഇനി അടുത്ത പറയുന്ന മിനറലാണ് ഒരു മൈക്രോ മിനറലാണ് ഫോസ്ഫറസ് എന്ന് പറയുന്നത്. ഈ ഫോസ്ഫറസിന്റെയും ഈ കാൽസ്യത്തിന്റെ റേഷ്യോ എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. കാൽസ്യം അബ്സോർപ്ഷൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മിനറലാണ് ഫോസ്ഫറസ് എന്ന് പറയുന്നത്. ഫോസ്ഫറസ് എപ്പോഴും കാൽസ്യത്തിന്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ്. കാൽസ്യം ഫോസ്ഫറസ് എപ്പോഴും ബോഡിയിൽ കാണാം. അതിൽ ഫോമില് കാൽസ്യത്തിന്റെ പറഞ്ഞ സമയത്ത് ഫോമിലാണ് കാണുന്നത്. അപ്പൊ ഫോസ്ഫറസ് പറയുന്നത് അതില് 80% നമ്മൾ ബോണിൽ കാൽസ്യം കാണുന്നത്. ബാക്കിയുള്ള 20% അത് വേറെ. ഞാൻ പറഞ്ഞ പെർസെന്റേജ് വേറെ തരത്തിലുള്ള ഫോസ്ഫേറ്റ് ഫോമിലാണ് കാണപ്പെടുന്നത്. അത് ലിപ്പിഡ്സും ബ്രെയിൻസിലും കാർബോഹൈഡ്രേറ്റ് അതിലൊക്കെ കാണപ്പെടുന്നുണ്ട്. അടുത്തത് ന്യൂക്ലിയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ DNA ആണ്, നമ്മുടെ ജീനിന്റെ ഭാഗമാണ്. ഫോസ്ഫർ എന്ന് പറയുന്നത്. അതേപോലെ സെൽ മെംബ്രെയിനിലും ഫോസ്ഫറിന്റെ
ഫോസ്ഫറസിന്റെ സ്ട്രക്ചറൽ റോള് കൂടാതെ ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല് വെറൈറ്റി ഓഫ് കെമിക്കൽ റിയാക്ഷനിൽ ഇൻവോൾവ് ആവുക എന്നുള്ളതാണ് ഫോസ്ഫറസിന്റെ ഒരു റോൾ എന്ന് പറയുന്നത്. ഈ ഗ്ലൂക്കോസിന്റെ ഫാറ്റിന്റെ ഒക്കെ നമ്മുടെ ബോഡിയിലുള്ള ഗ്ലൂക്കോസിന്റെ ഫാറ്റിന്റെ ഒക്കെ മെറ്റബോളിസം ഒക്കെ കഴിഞ്ഞിട്ട് ഇത് മെയിൻ എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫോസ്ഫേറ്റ് റാഡിക്കലിന്റെ കോമ്പിനേഷനിലൂടെയാണ് കമ്പൈൻ ചെയ്തിട്ടാണ്. കോമ്പിനേഷൻ എന്ന് വെച്ചാൽ ഫോസ്ഫേറ്റ് റാഡിക്കലുമായിട്ട് ചേർന്ന് കമ്പൈൻ ചെയ്തിട്ടാണ് പെട്ടെന്ന് ബോഡി ഫ്ലൂയിഡ്സിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. എന്ത് ഈ ഗ്ലൂക്കോസിന്റെ ഫാറ്റിന്റെ ഒക്കെ മെറ്റബോളിസം കഴിഞ്ഞിട്ട്. അതേപോലെ തന്നെ ഈ ഗ്ലൂക്കോസിന്റെ അനറോബിക് ഓക്സിഡേഷനിലും, അതായത് ഓക്സിജന്റെ പ്രസൻസ് ഇല്ലാതെ നടക്കുന്ന ഓക്സിഡേഷൻ, അതായത് അനറോബിക് ഓക്സിഡേഷനിലും ഈ ഫോസ്ഫർ റിലേറ്റഡ് കോമ്പൗണ്ട്സ് അത്യാവശ്യമാണ്. അതായത് കോമ്പൗണ്ട് അതേപോലെ തന്നെ എനർജി ട്രാൻസ്ഫർ കോമ്പൗണ്ട്സിലും ഫോസ്ഫർ റെസിഡ്യൂസ് കാണാറുണ്ട്. ഈ ഫോസ്ഫറസ് എന്ന് പറയുന്നത് ധാരാളം ഫുഡ്സിൽ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് ഈ ഹ്യൂമൻസിൽ വളരെ കുറവാണ്. ഇതിന്റെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് കാൽസ്യം ആണ്. കാൽസ്യം പറഞ്ഞു ഫീമെയിൽ മെയ്ഡാണ്. അഡീഷണൽ ആയിട്ട് കുറച്ചും കൂടെ കൂടുതൽ കഴിക്കണം. ഈ ഫോസ്ഫറസിന്റെ മെയിൻ സോഴ്സ് ഏതൊക്കെയാന്ന് വെച്ചാൽ മീറ്റ്, പൗൾട്രി, ഫിഷ്, മിൽക്ക്, പൾസസ്, ഇതൊക്കെയാണ് ഗുഡ് സോഴ്സ് ഓഫ് ഫോസ്ഫറസ് എന്ന് പറയുന്നത്. ഈ സീരിയൽസിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഈ ഫോസ്ഫറസിന്റെ അവൈലബിലിറ്റി കുറയ്ക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഈ സീരിയൽസിൽ ഫൈറ്റിക് ആസിഡ് എന്ന് പറഞ്ഞ ഒരു കോമ്പൗണ്ടിന്റെ പ്രസൻസ് ഉണ്ട്. അത് ഫോസ്ഫറസിന്റെ അവൈലബിലിറ്റി കുറയ്ക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഫോസ്ഫറസ് ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് ഡെഫിഷ്യൻസി ഡിസീസിന്റെ കുറവ് മൂലം നമ്മുടെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ ഏതൊക്കെയാന്ന് വെച്ചാല് വീക്ക്നെസ്, ക്ഷീണം, അനോറക്സിയ, അതേപോലെ തന്നെ ബോൺസിലൊക്കെ വേദന, എല്ലിനൊക്കെ വേദന എടുക്കുക. അതൊക്കെയാണ് ഫോസ്ഫറസിന്റെ ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് പറയുന്നത്. അടുത്തത് പറയുന്നത് സൾഫർ. സൾഫർ ഒരു മൈക്രോമിനറൽ ആണ്. അത് 100 mg/day അതിൽ കൂടുതൽ കഴിക്കേണ്ട ഒരു മൈക്രോമിനറൽ ആണ് സൾഫർ എന്ന് പറയുന്നത്. ഈ സൾഫർ മെയിൻ ആയിട്ട് ഇനോർഗാനിക് ഫോമിലാണ് കാണപ്പെടുന്നത്. അതേപോലെ തന്നെ സൾഫറിന്റെ മെയിൻ റോൾ എന്താണെന്ന് വെച്ചാൽ അമിനോ ആസിഡ് എന്താണെന്ന് പറയാം. പ്രോട്ടീനിന്റെ ബേസിക് സ്ട്രക്ചറിലുള്ള കോമ്പൗണ്ടാണ് അമിനോ ആസിഡ്. ബേസിക് യൂണിറ്റ് ഓഫ് പ്രോട്ടീൻ ആണ് അമിനോ ആസിഡ് എന്ന് പറയുന്നത്. അതിൽ വരുന്ന 3 അമിനോ ആസിഡ് ആണ് സിസ്റ്റീൻ ആൻഡ് മെഥിയോണിൻ. അതിന്റെ ഒക്കെ സ്ട്രക്ചറൽ കമ്പോണന്റ് ആണ് സൾഫർ എന്ന് പറയുന്ന മൈക്രോ മിനറൽ. അതേപോലെ തന്നെ നമ്മുടെ ഹെയറിലും സ്കിന്നിലും ഒക്കെ ഉള്ള കെരാട്ടിൻ എന്നൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. കെരാട്ടിന്റെ ഒക്കെ ഒരു പാർട്ടാണ് ഈ സൾഫർ എന്ന് പറയുന്ന മൈക്രോ മിനറല്. അതേപോലെ തന്നെ നമ്മുടെ ബോഡിയിലുള്ള ഗ്ലൂട്ടാത്തയോണിന്റെ ഒരു കമ്പോണന്റ് ആണ് സൾഫർ എന്ന് പറയുന്ന മൈക്രോ മിനറൽ. ഈ സിസ്റ്റീൻ എന്ന് പറയുന്ന അമിനോ ആസിഡില് സൾഫർ എങ്ങനെയാണ് കാണുന്നതെന്ന് വെച്ചാൽ റെഡ്യൂസ്ഡ് സൾഫൈഡ് ഫോമിലാണ് സിസ്റ്റീൻ എന്ന് പറയുന്ന അമിനോ ആസിഡില് സൾഫർ കാണുന്നത്. നേരെ മറിച്ച് സിസ്റ്റൈൻ എന്ന് പറയുന്ന അമിനോ ആസിഡിലാണെങ്കിൽ ഓക്സിഡൈസ്ഡ് ഡ്രൈ സൾഫർ ഫോമിലാണ് കാണപ്പെടുന്നത്. അതേപോലെ തന്നെ ചില പ്രോട്ടീൻസിന്റെ ഒക്കെ സ്പെസിഫിക് കോൺഫിഗറേഷനിലും സൾഫറിന് റോൾ ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ബോഡിയിലുള്ള ധാരാളം എൻസൈംസിന്റെ ഒരു ആക്ടിവിറ്റീസിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സൾഫർ അത്യാവശ്യമാണ്. അതേപോലെ തന്നെ വൈറ്റമിൻസിന്റെ കേസിൽ പറഞ്ഞു തൈമിൻ, അതായത് B1 വൈറ്റമിനിലും ഒരു കമ്പോണന്റ് ആണ് സൾഫർ എന്ന് പറയുന്ന
മൈക്രോ മിനറൽ ബയോട്ടിൻ B7 അതിന്റെ സ്ട്രക്ചർ ഒക്കെ പറയുന്ന സമയത്ത് പറഞ്ഞിരുന്നു. ബയോട്ടിൻ അഥവാ വൈറ്റമിൻ എച്ച് അല്ലെങ്കിൽ B7 അതില് ഒരു ഇമ്പോർട്ടന്റ് കമ്പോണന്റ് ആണ് സൾഫർ എന്ന് പറയുന്നത്. ഇത്രയാണ് സൾഫർ എന്ന് പറഞ്ഞ മൈക്രോ മിനറലിനെ പറ്റി പറയാനുള്ളത്. അടുത്തത് ഇനി നമ്മൾ നോക്കാൻ പോകുന്ന മഗ്നീഷ്യം. മഗ്നീഷ്യം എന്ന് പറഞ്ഞ ഒരു മൈക്രോ മിനറൽ ആണ്. മഗ്നീഷ്യം എന്ന് പറയുന്നത് ധാരാളം എൻസൈംസിന്റെ ആക്ടിവേറ്ററും കോൺസ്റ്റിറ്റ്യൂവന്റും ആണ് മഗ്നീഷ്യം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ചെടികളിലൊക്കെ കാണപ്പെടുന്ന ചെടിയുടെ ഇലക്കൊക്കെ പച്ച കളറൊക്കെ കൊടുക്കാൻ സഹായിക്കുന്ന ഒരു കമ്പോണന്റ് ആണ് ക്ലോറോഫിൽ. ക്ലോറോഫിലിന്റെ സ്ട്രക്ചറിൽ മഗ്നീഷ്യം അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഒക്കെ കഴിച്ചാല് മഗ്നീഷ്യം ഒക്കെ നമ്മുടെ ബോഡിയിൽ ചെല്ലും. ഈ മഗ്നീഷ്യം എന്ന് പറയുന്നത് ഈ നമ്മുടെ ബോഡിയിലുള്ള പ്ലാസ്മ മെംബ്രെയിൻസിന്റെയും ഇൻട്രാസെല്ലുലാർ മെംബ്രെയിൻസിന്റെയും ഒക്കെ ഒരു അതേപോലെ തന്നെ ന്യൂക്ലിയർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ, റേഞ്ച് ഇഷ്യൂ ഉള്ളതുകൊണ്ട്. അതില് ഞാൻ പറഞ്ഞു 20 to 28 ഗ്രാം ഓഫ് മഗ്നീഷ്യം നമ്മുടെ ബോഡിയിലുണ്ട്. ഒരു ആവറേജ് ഹെൽത്തി ആയിട്ടുള്ള ഒരു പേഴ്സണിൽ 20 to 28 ഗ്രാം മഗ്നീഷ്യം ഉണ്ട്. അതില് പകുതിയും സ്റ്റോർ ചെയ്യുന്നത് എവിടെയെന്ന് വെച്ചാല് കാൽസ്യം ഫോസ്ഫറസ് ഒക്കെ പറഞ്ഞ പോലെ ഈ മഗ്നീഷ്യത്തിന്റെ പകുതിയും സ്റ്റോർ ചെയ്യുന്നത് ബോൺസിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ധാരാളം എൻസൈംസിന്റെ ഒരു പാർട്ടാണ് ഈ മഗ്നീഷ്യം എന്ന് പറയുന്ന മൈക്രോ മിനറല്. അതേപോലെ തന്നെ നമ്മുടെ എനർജി ഹോർമോൺസിൽ നിന്നും എനർജി റിലീസ്, ലിബറേഷൻ ഓഫ് എനർജി അതിന് വേണ്ടിയിട്ടും സഹായിക്കുന്ന, അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു മൈക്രോ മിനറലാണ് മഗ്നീഷ്യം. അതേപോലെ തന്നെ നമ്മുടെ നേർവ്സിന്റെയും മസിൽ മെംബ്രെയിൻസിന്റെയും ഒക്കെ ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? ഈ മഗ്നീഷ്യം എന്ന് പറയുന്ന മൈക്രോ മിനറലാണ്. ഈ മഗ്നീഷ്യത്തിന്റെ ഡെഫിഷ്യൻസി ഈ ക്വാഷിയോക്കർ എന്ന് പറഞ്ഞാൽ മെയിൻലി തീരെ പ്രോട്ടീൻസ് ഇല്ലാത്ത കുട്ടികളിൽ കാണപ്പെടുന്ന ഒരു മാൽന്യൂട്രീഷൻ ആണ്. പ്രോട്ടീൻ എനർജി ന്യൂട്രീഷൻ ആ ഒരു ഡിസീസ് ആണ് ക്വാഷിയോക്കർ എന്ന് പറയുന്നത്. ഈ മഗ്നീഷ്യം ഡെഫിഷ്യൻസി ഈ ക്വാഷിയോക്കർ എന്ന് പറയുന്ന അസുഖമുള്ള കുട്ടികളിൽ കാണാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ മഗ്നീഷ്യത്തിന്റെ അളവ് കുറഞ്ഞാൽ മഗ്നീഷ്യത്തെ പറ്റിയാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മഗ്നീഷ്യത്തിന്റെ അളവ് ധാരാളമായിട്ട് ബോഡിയിൽ കുറഞ്ഞുണ്ടാവുന്ന ഒരു അവസ്ഥയാണ് ഹൈപ്പോമഗ്നീഷ്യമ. ഹൈപ്പോ എന്ന് പറഞ്ഞാൽ കുറഞ്ഞത്. അത് മെയിനായിട്ട് ആൽക്കഹോളൊക്കെ ഓവറായിട്ട് ആൽക്കഹോളൊക്കെ ധാരാളം ഉപയോഗിക്കുന്ന
അതുകൊണ്ട് വളരെ കുറവാണ്. ആനിമൽ പ്രൊഡക്ട്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ മീറ്റ്, മിൽക്ക് അതൊക്കെ പ്യൂർ ആണ്. പിന്നെ ലോസ് ഉണ്ടാവാനാണ്. അടുത്തതായിട്ട് പറയാനുള്ളത് ഈ മഗ്നീഷ്യത്തിന്റെ RDA പറ്റിയിട്ടാണ് പറയാനുള്ളത്. RDA എന്ന് പറയുമ്പോൾ യങ് ഇൻഫൻസ്, അതായത് തീരെ ചെറിയ കുട്ടികളിൽ 50 mg/day ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഓൾഡർ ഇൻഫൻസ് ആണെങ്കിൽ അതായത് ഒരു 5-6 വയസ്സൊക്കെ ഉള്ള കുട്ടികളിൽ ആണെങ്കിൽ 70 mg/day ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അടുത്ത മെയിൽസിലാണെങ്കിൽ 350 mg/day. അതേപോലെ തന്നെ അഡൽട്ട് ഫീമെയിൽസിലാണെങ്കിൽ 300 mg/day ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. പ്രഗ്നൻസിയിലും ലാക്ടേഷനിലും അഡീഷണൽ ആയിട്ട് 150 mg/day RDA റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഈ 300 mg/day ഫീമെയിൽസിൽ പറഞ്ഞു. അത് കൂടാതെ അഡീഷണൽ ഓഫ് 300 പ്ലസ് 150 mg/day പ്രഗ്നന്റും ലാക്ടേറ്റിംഗും ആയിട്ട് വിമൻസ് കൺസ്യൂം ചെയ്തിരിക്കണം. അടുത്ത പറയാൻ പോകുന്ന മൈക്രോ മിനറൽ എന്ന് പറയുന്നത് സോഡിയം ആണ്. സോഡിയം എന്ന് പറഞ്ഞാൽ ധാരാളം എൻസൈംസിന്റെ ഒരു ആക്ടിവേറ്റർ ആണ്. ഫോർ എക്സാമ്പിൾ എൻസൈം അമൈലേസിന്റെ ഒരു അമൈലേസ് എന്ന് പറയുന്ന എൻസൈമിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു കോമ്പൗണ്ട് ആണ്, ഒരു മിനറൽ ആണ് സോഡിയം എന്ന് പറയുന്നത്. ബോഡിയിൽ സോഡിയത്തിന്റെ അബ്സോർപ്ഷൻ വളരെ പെട്ടെന്നായിരിക്കും. അതേപോലെ തന്നെ ഓവർ ആയിട്ടുള്ള സോഡിയത്തിന് ബോഡിയിൽ ധാരാളം സോഡിയത്തിന്റെ അളവ് കൂടുകയാണെങ്കിൽ, ധാരാളം ഉപ്പൊക്കെ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ, ഉപ്പെന്ന് പറഞ്ഞാൽ അറിയോ, സോഡിയം ക്ലോറൈഡ് NaCl, അതാണ് ഉപ്പിന്റെ കെമിക്കൽ നെയിം എന്ന് പറയുന്നത്. അങ്ങനെ ധാരാളം സോൾട്ടി ആയിട്ടുള്ള കഴിക്കുന്ന ഒരാളാണെങ്കിൽ ഹൈപ്പർ ടെൻഷൻ അഥവാ BP വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഈ സോഡിയം എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലുള്ള ടോട്ടൽ മിനറൽ കണ്ടന്റിൽ 2% നമ്മുടെ സോഡിയം ആയിരിക്കും. സോഡിയം എന്ന് പറഞ്ഞാൽ മൈക്രോ മിനറൽ ആയിരിക്കും. അത് ബോഡി ഫ്ലൂയിഡ്സിലും ടിഷ്യൂസിലും ഒക്കെ ധാരാളമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ സോഡിയം എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ സെല്ലുലർ എലമെന്റ് ആണ്. അതായത് സെൽസിന്റെ ഒക്കെ സെൽ മെംബ്രെയിന്റെ പുറത്ത് കാണപ്പെടുന്ന ഒരു എലമെന്റ്, ഒരു മിനറലാണ് സോഡിയം. അത് Na+ എന്ന ഫോമിലാണ് കാണപ്പെടുന്നത്. മെയിൻ ആയിട്ട് ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല് ബോഡി ഫ്ലൂയിഡ് വോളിയം ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാം. അതേപോലെ തന്നെ സെൽസിന്റെ ഒക്കെ ഓസ്മോട്ടിക് ഈക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാം. ആസിഡ് ബേസ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാം. അതൊക്കെയാണ് ഈ സോഡിയത്തിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ സോഡിയം പൊട്ടാസ്യം എന്ന് പറയുന്നത് ഒരു ഇൻട്രാസെല്ലുലർ എലമെന്റ് ആണ്. അതായത് സെൽ മെംബ്രെയിന്റെ അകത്ത് കാണപ്പെടുന്നതാണ് പൊട്ടാസ്യം എന്ന് പറയുന്നത്, അഥവാ K+. ഈ സോഡിയം പൊട്ടാസ്യം കൂടെയാണ് നമ്മുടെ നെർവ്സിലും മസിൽ സെൽസിലും ഒക്കെ ഉള്ള മെംബ്രെയിൻസിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ സോഡിയം പൊട്ടാസ്യം കൂടിയിട്ടാണ്. ഈ സോഡിയവും കിട്ടാൻ വളരെ എളുപ്പമാണ്. നമ്മൾ എല്ലാ ഭക്ഷണത്തിലും ഉപ്പ് ചേർക്കാതെ ആരും ഫുഡ് കഴിക്കുന്നില്ല. അപ്പൊ സോഡിയം നമ്മുടെ ബോഡിക്ക് എന്നും കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മള് സോഡിയം ക്ലോറൈഡ് ചില പ്രിസർവേറ്റീവ്സ് അല്ലെങ്കിൽ ഫുഡ് അഡിറ്റീവ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മള് എന്താ പറയാ പിക്കിൾസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ സോഡിയം ക്ലോറൈഡ് ഒക്കെ അത്യാവശ്യം നല്ലപോലെ ആഡ് ചെയ്യുന്നുണ്ട്. അതൊരു പ്രിസർവേറ്റീവ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്, ഫുഡ് അഡിക്റ്റീവ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെയും നമുക്ക് വേണ്ട സോഡിയം നമ്മുടെ ബോഡിയിൽ ചെല്ലുന്നുണ്ട്. ഒരു അഡൽട്ട് ആയിട്ടുള്ള മെയിൽസ് ആയാലും ഫീമെയിൽസ് ആയാലും അതിന്റെ അഡ്വക്കേറ്റ് ഡെയിലി ഇൻടേക്ക് അഥവാ RD എത്രയാന്ന് വെച്ചാൽ 0.6 to 3.5 gram ആണ് അഡൽട്സിൽ പറയുന്നത്. ഈ ഡെഫിഷ്യൻസി ഓഫ് സോഡിയം വരാനുള്ള മെയിൻ കാരണം നമ്മൾ ഡെയിലി ഉപ്പിലാണ്, ഉപ്പെന്ന് പറഞ്ഞാൽ സോഡിയം ക്ലോറൈഡ്. അപ്പൊ പിന്നെ സോഡിയം നമ്മുടെ ബോഡിയിൽ കിട്ടാനും എളുപ്പമാണ്. പക്ഷെ ഇതിന്റെ ഡെഫിഷ്യൻസി വരാനുള്ള ചാൻസ് എപ്പോഴാണ് കൂടുതൽ എന്ന് വെച്ചാൽ ഹോട്ട് വെതർ, ഭയങ്കരമായ ചൂടുള്ള കാലാവസ്ഥ,
അല്ലെങ്കിൽ ഹെവി വർക്ക്, ഓവറായിട്ട് ഇങ്ങനെ എക്സസ് ആയിട്ട് വർക്ക് ചെയ്യുക, ഹെവി വർക്ക്, അല്ലെങ്കിൽ ഹോട്ട് ക്ലൈമറ്റ്, ക്ലൈമറ്റ് ഒക്കെ ഭയങ്കര ചൂടുള്ള ക്ലൈമറ്റ്, അല്ലെങ്കിൽ എക്സസീവ് ആയിട്ടുള്ള സെറ്റിങ്, ഓവറായിട്ട് ഇങ്ങനെ നമ്മൾ വേർക്കുക. അപ്പോഴൊക്കെയാണ് സോഡിയം നമ്മുടെ ബോഡിയിൽ നിന്ന് ലോസ് ആയി പോകാനുള്ള, നഷ്ടപ്പെട്ട് പോകാനുള്ള ചാൻസ് കൂടുതൽ. അല്ലാതെ സോഡിയത്തിന്റെ ഡെഫിഷ്യൻസി അങ്ങനെ വരാനുള്ള ചാൻസ് ഇല്ല. ഇതുപോലുള്ള ചൂടുള്ള കാലാവസ്ഥ അല്ലെങ്കിൽ ഹെവി വർക്കിന്റെ സമയത്ത് നമ്മൾ സോഡിയം, അല്ലെങ്കിൽ പ്രത്യേകം എന്തെങ്കിലും അസുഖമൊക്കെ ഉള്ള സമയത്ത് സോഡിയത്തിന്റെ അളവ് കുറഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ആ സമയം നമ്മൾ കുറച്ചും കൂടെ കൂടുതലായിട്ട് സോൾട്ടിന്റെ ഇൻടേക്ക് നമ്മുടെ ബോഡിയിൽ വേണം. പിന്നെ ഈ സോഡിയം എന്ന് പറയുന്നത് നമ്മുടെ ബൈൽ ആൻഡ് പാൻക്രിയാറ്റിക് ജ്യൂസിന്റെ ഒരു കമ്പോണന്റ് ആണ്. സോഡിയം ബൈകാർബണേറ്റിന്റെ ഫോമിലാണ് ബൈലിലും ബൈൽ ജ്യൂസിലും പാൻക്രിയാറ്റിക് ജ്യൂസിലും ഒക്കെ കാണപ്പെടുന്നത്. ഇത്രയാണ് സോഡിയം എന്ന് പറയുന്ന മാക്രോ മിനറലിനെ പറ്റി പറയാനുള്ളത്. മിനറൽ എന്ന് പറയുന്നത് ക്ലോറിൻ ആണ്. ഉപയോഗിച്ച് അപ്പൊ സോഡിയം ക്ലോറൈഡ് നമ്മുടെ ബോഡിക്ക് ആവശ്യമായ രീതിയിൽ കിട്ടാനുള്ള ചാൻസും കൂടുതലാണ്. ഇതിനെതി കിട്ടട്ടെ എന്ന് വിചാരിച്ച് ധാരാളം ഉപ്പ് ഉപയോഗിക്കരുത്. ഓവറായിട്ട് ഉപ്പൊക്കെ സോൾട്ടൊക്കെ നമ്മുടെ ഫുഡിൽ ആഡ് ചെയ്താൽ കഴിക്കാനും ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല ബോഡിയിലെ ഹൈപ്പർ ടെൻഷൻ, BP അത് കൂടാനുള്ള ചാൻസും കൂടുതലാണ്. ഈ ക്ലോറിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള ടോട്ടൽ മിനറൽ കണ്ടന്റില് 3% നമ്മുടെ ക്ലോറിനാണ്. ക്ലോറിൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സിലും ടിഷ്യൂസിലും ഒക്കെയാണ് കാണപ്പെടുന്നത്. ക്ലോറിന് ഒരു ഈ കൗണ്ടർ അയോണായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതും ഒരു എക്സ്ട്രാ സെല്ലുലർ എലമെന്റ് ആണ്. അതായത് സെൽ മെംബ്രെയിനിന്റെ ഒക്കെ പുറമെ കാണപ്പെടുന്ന ഈ സോഡിയം പോലെ തന്നെ ഈ സോഡിയത്തിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഈ ക്ലോറിന്റെ അബ്സോർപ്ഷനും ബോഡിയിൽ പെട്ടെന്നാണ് നടക്കുക, റാപ്പിഡ് ആയിട്ടാണ് നടക്കുക. അതേപോലെ തന്നെ ഈ ക്ലോറിൻ യൂറിൻ വഴി എക്സ്ക്രീറ്റ് ആയി പോകാനും ചാൻസ് ഉണ്ട്. എക്സ്ക്രീഷനും റാപ്പിഡാണ്, അബ്സോർപ്ഷനും റാപ്പിഡ് ആയിട്ടാണ് ബോഡിയിൽ നടക്കുന്നത്. ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്തൊക്കെയാന്ന് വെച്ചാല് മെയിൻ ആയിട്ട് നമ്മുടെ ഗ്യാസ്ട്രിക് ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ക്ലോറൈഡ് ആണ്. ഈ ഹൈഡ്രജൻ ക്ലോറൈഡിന്റെ ഒരു കമ്പോണന്റ് ആയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഈ ക്ലോറിന്റെ ഫംഗ്ഷൻ. HCl അഥവാ ഗ്യാസ്ട്രിക് ജ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ബോഡിയിൽ ദഹനമൊക്കെ നടക്കുള്ളൂ. അതാണ് ഈ ക്ലോറിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. കൂടാതെ ഈ സോഡിയത്തിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സെൽസിന്റെ ഒക്കെ ഓസ്മോട്ടിക് ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാം, ബോഡി ഫ്ലൂയിഡ് വോളിയം മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെ ഈ നെർവിലും മസിൽ സെൽസിന്റെ മെംബ്രെയിനിലും ഒക്കെ ഉള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ ആസിഡ് ബേസ് ബാലൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. ഇത് ഇത്രയുമാണ് ക്ലോറിന്റെ ഫങ്ഷൻസ് അഥവാ ബോഡിയിലുള്ള റോൾസ് എന്ന് പറയുന്നത്. ക്ലോറിനെ പറ്റി ഇത്രയുമാണ് പറയാനുള്ളത്. ഇനി അടുത്തത് വരുന്നതാണ് പൊട്ടാസ്യം. പൊട്ടാസ്യം എന്ന് പറഞ്ഞാൽ കെ ആണ് പൊട്ടാസ്യത്തിന്റെ സിമ്പിൾ. ഈ പൊട്ടാസ്യം എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ മിനറൽ കണ്ടന്റില് 5% പൊട്ടാസ്യം ആയിരിക്കും. പൊട്ടാസ്യം ഈ സോഡിയം ക്ലോറിനും പറഞ്ഞ പോലെ അല്ല. പൊട്ടാസ്യം എന്ന് പറയുന്നത് ഒരു ഇൻട്രാസെല്ലുലർ എലമെന്റ് ആണ്, അഥവാ ഇൻട്രാസെല്ലുലർ മിനറൽ ആണ് പൊട്ടാസ്യം എന്ന് പറയുന്നത്. ഈ പൊട്ടാസ്യം നമ്മുടെ നെർവ്സിലും മസിൽ സെൽസിന്റെ ഒക്കെ മെംബ്രെയിനിന്റെ ഉള്ളിലാണ് കാണപ്പെടുന്നത്. ഈ സോഡിയം ക്ലോറിനും പൊട്ടാസ്യം ഫംഗ്ഷൻ വരുന്നത് സെയിം ആണ്. മെയിൻ ആയിട്ട് ബോഡി ഫ്ലൂയിഡ്സിന്റെ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, അതേപോലെ തന്നെ ആസിഡ് ബേസ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാം. അതേപോലെ തന്നെ സെൽസിലുള്ള ഓസ്മോട്ടിക് പ്രഷർ അല്ലെങ്കിൽ ഓസ്മോട്ടിക് ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാം. അതേപോലെ തന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതായത് ഈ നെർവ് മെംബ്രെയിൻസിന്റെയും മസിൽ സെൽ മെംബ്രെയിൻസിന്റെയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇത്രയൊക്കെയാണ് പൊട്ടാസ്യത്തിന്റെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. പിന്നെ ഈ പൊട്ടാസ്യം എന്ന് പറയുന്നത് ലീൻ ബോഡി ടിഷ്യൂവിന്റെയും ഒരു കോൺസ്റ്റന്റ് കമ്പോണന്റ് ആണ് പൊട്ടാസ്യം എന്ന് പറയുന്നത്.
അതുകൊണ്ട് തന്നെ ഈ ലീൻ ടിഷ്യൂവിന്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനും പൊട്ടാസ്യം എസെൻഷ്യൽ ആണ്. ഈ ഇപ്പൊ മസിൽ ബ്രേക്ക് ആയാലും മസിൽസ് ഒക്കെ ചാൻസ് ഉണ്ട്. ഈ ഡെഫിഷ്യൻസി ഓഫ് പൊട്ടാസ്യം ആയിട്ട് പറയുന്നത്, പൊട്ടാസ്യത്തിന്റെ അളവ് ബോഡിയിൽ കുറഞ്ഞാല് പറയുന്നത് മസ്കുലർ വീക്ക്നെസ്, മസിൽസിന്റെ ഒക്കെ വീക്ക്നെസ്, അത് മസിലിനൊന്നും ബലമില്ലാത്ത അവസ്ഥ. അതുപോലെ തന്നെ പാരാലിസിസ് എന്ന് പറഞ്ഞാല് തളർന്നു പോവാ, ബോഡി തളർന്നു പോവാ. അതൊക്കെയാണ് പൊട്ടാസ്യത്തിന്റെ ഡെഫിഷ്യൻസി ആയിട്ട് പറയുന്നത്. ഈ പൊട്ടാസ്യം എന്ന് പറയുന്നത് ധാരാളം ഫുഡ്സിലൊക്കെ അടങ്ങിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കരിക്കിൻ വെള്ളം അഥവാ കോക്കനട്ട് വാട്ടർ, തേങ്ങ വെള്ളം, അതിലൊക്കെ പൊട്ടാസ്യം റിച്ച് ആണ്. മിൽക്ക്, പിന്നെ ഫ്രൂട്ട്സ്, ഡാർക്ക് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഇലക്കറികൾ, ഗ്രീൻ പച്ചിലക്കറികളൊക്കെ ഗുഡ് സോഴ്സ് ഓഫ് പൊട്ടാസ്യം ആണ്. ഇത്രയാണ് പൊട്ടാസ്യത്തിന്റെ കേസിൽ പറയാനുള്ളത്. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് മൈക്രോ മിനറൽസിനെ പറ്റി ആണ് പറയാൻ പോകുന്നത്. ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന കാൽസ്യം, ഫോസ്ഫറസ്, സൾഫർ, മഗ്നീഷ്യം, സോഡിയം, പൊട്ടാസ്യം, ക്ലോറിൻ, ഇത്രയും മാക്രോ മിനറൽസ് ആയിരുന്നു. ഒരു ദിവസം 100 mg കൂടുതൽ നമ്മൾ കൺസ്യൂം ചെയ്യേണ്ട മിനറൽസിനെ പറ്റിയാണ് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി അടുത്തതാണ് മൈക്രോ മിനറൽസ് എന്ന് പറയുന്നത്. മൈക്രോ മിനറൽസ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 20 mg, അത്രയും മതി നമ്മുടെ ബോഡിക്ക് ഫങ്ഷൻ ചെയ്യാനായിട്ട്. പക്ഷെ എത്ര മതിയെങ്കിൽ പോലും നമ്മുടെ ഡയറ്റിൽ ഇത് ഡെയിലി ഇൻക്ലൂഡ് ചെയ്യണം. അല്ലെങ്കിൽ അതിന്റെ ഓരോരോ മിനറൽസിന്റെയും ട്രേസ് മിനറൽസിന്റെയും ഡെഫിഷ്യൻസി ഡിസീസ് നമ്മുടെ ബോഡിയിൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ ട്രേസ് മിനറൽസ് ധാരാളമായിട്ട് ഗ്രെയിൻസ് അഥവാ സീരിയൽസ്, ധാന്യവർഗ്ഗങ്ങളില്, പൾസസ്, പയറുവർഗ്ഗങ്ങളില്, ഫ്രൂട്ട്സ്, പഴവർഗ്ഗങ്ങൾ, വെജിറ്റബിൾസ്, പച്ചക്കറികൾ, അതിലൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ ഗുഡ് സോഴ്സ് ആണ്. അതേപോലെ തന്നെ ആനിമൽ ഫുഡ്സ് ആയിട്ടുള്ള എഗ്, മിൽക്ക്, മീറ്റ്, ഫിഷ്, അതിലൊക്കെ ഈ മൈക്രോ മിനറൽസ് ഒക്കെ പ്രസന്റ് ആണ്. ഈ മൈക്രോ മിനറൽ ധാരാളം എൻസൈംസിന്റെ ഒരു കമ്പോണന്റ് ആയിട്ടാണ്. അതേപോലെ തന്നെ തൈറോയ്ഡ് ഹോർമോണായിട്ടുള്ള തൈറോക്സിൻ അഥവാ അല്ലെങ്കിൽ നമ്മുടെ HB ഹീമോഗ്ലോബിൻ, അതിന്റെയൊക്കെ പാർട്ടാണ് ഈ മൈക്രോ മിനറൽസ് എന്ന് പറയുന്നത്. മൈക്രോ മിനറൽസിൽ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് അയണിനെ പറ്റിയിട്ടാണ്. അയൺ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അയൺ എന്ന് പറയുന്നത് HB അഥവാ ഹീമോഗ്ലോബിന്റെ കമ്പോണന്റ് ആണ്. ഒരു ആവറേജ് ഹെൽത്തി ആയിട്ടുള്ള ഒരു അഡൽറ്റ്, മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ, അയാളില് ഒരു 3 to 5 gram ഓഫ് അയൺ അയാളുടെ ബോഡിയിൽ പ്രസന്റ് ആയിരിക്കും. അതില് 70% അതിന്റെ ഫങ്ഷണൽ ഫോം ആയിട്ടുള്ള ഹീമോഗ്ലോബിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അല്ലെങ്കിൽ മയോഗ്ലോബിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ്. മയോഗ്ലോബിൻ മെയിൻ ആയിട്ട് ആനിമൽ ഫുഡ്സിലാണ് പ്രസന്റ് ആയിട്ടുള്ള. പിന്നെ മസിൽസിലൊക്കെ ഈ മയോഗ്ലോബിന്റെ ഒരു കമ്പോണന്റ് ആണ് അയൺ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ധാരാളം എൻസൈംസിന്റെ ഈ ഓക്സിഡേഷൻ റിഡക്ഷൻ, സെൽസിലൊക്കെ ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷനൊക്കെ നടത്തുന്ന ധാരാളം എൻസൈംസിന്റെ പ്രവർത്തനത്തിനെ കാറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ അയൺ ആവശ്യമാണ്. ഈ 70% പറഞ്ഞു ഹീമോഗ്ലോബിൻ അല്ലെ മയോഗ്ലോബിന്റെ ഫോമിലാണ് നമ്മുടെ ബോഡിയിൽ കാണപ്പെടുന്നതെന്ന്. ബാക്കിയുള്ള 30% സ്റ്റോറേജ് അയൺ ആയിട്ടാണ് കാണപ്പെടുന്നത്. അത് എവിടെയൊക്കെയാണ് ഈ അയൺ നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ ബോഡിക്ക് ഉണ്ട്. ലിവർ, ബോൺ മാരോ അല്ലെങ്കിൽ സ്പ്ലീൻ, അതിലൊക്കെ അയൺ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ ബോഡിക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ തോതിൽ അയണിന്റെ ഡെഫിഷ്യൻസി നമ്മുടെ ബോഡിയിൽ വന്നു തുടങ്ങിയാൽ ഉടനെ നമ്മുടെ ബോഡി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന അയണിനെ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള അയണിന്റെ ഫോമിലാക്കി മാറ്റും. ഈ അയൺ ഏത് ഫോമിലാണ് നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാല് ഫെർറ്റിൻ, അതേപോലെ തന്നെ ഹീമോസിഡറിൻ എന്ന ഈ 2 ഫോമിൽ, ഫെർറ്റിനും ഹീമോസിഡറിൻ എന്ന 2 ഫോമിലാണ് അയൺ നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. വീണ്ടും പറയാണ്, അയൺ എന്ന് പറഞ്ഞ നമ്മുടെ HB അഥവാ ഹീമോഗ്ലോബിന്റെ ഒരു കമ്പോണന്റ് ആണ്. ഈ ഹീമോഗ്ലോബിൻ എന്തിനാണ് ഫങ്ഷൻ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ ഓക്സിജനെ, നമ്മുടെ ലങ്സിൽ നിന്ന് പുറന്തള്ളുന്ന ഓക്സിജനെ നമ്മുടെ
സെൽസിലൊക്കെ എത്തിക്കുക. ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ ഫ്രം ലങ്സ് ടു ദ സെൽസ്, അതാണ് ഹീമോഗ്ലോബിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. അതിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൈക്രോമിലാണ് അയൺ എന്ന് പറയുന്നത്. സെൽസിന് ആവശ്യമായിട്ടുള്ള ഓക്സിജനെ ലങ്സിൽ നിന്ന് എത്തിക്കാന്ന് മാത്രമായിട്ടല്ല, ഈ സെൽസിന്റെ ഫംഗ്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് പുറന്തള്ളുന്ന കാർബൺ ഡയോക്സൈഡ് ഫ്രം സെൽസ് ടു ദ ലങ്സ്. ഈ CO2 അഥവാ കാർബൺ ഡയോക്സൈഡിനെ സെൽസിൽ നിന്നും ലങ്സിൽ എത്തിക്കുന്നതും ആരാണ്? ഈ ഹീമോഗ്ലോബിനാണ്. അപ്പൊ ഈ ഹീമോഗ്ലോബിൻ ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ അതിന്റെ സ്ട്രക്ചറൽ കമ്പോണന്റ് ആയിട്ടുള്ള അയൺ, ആ അയൺ എന്ന് പറയുന്ന മൈക്രോമിനറലും ആണ്. പിന്നെ അതിനെ ട്രാൻസ്ഫർ ഓഫ് എല്ലാ കളർ പിഗ്മെന്റ്സ് ഉള്ള മാംഗോ പോലെയുള്ള ഫ്രൂട്ട്സിലൊക്കെ ബീറ്റാ കരോട്ടിന്റെ ഫോമിലാണ്, അല്ലെങ്കിൽ ഓറഞ്ച് പിഗ്മെന്റ് ഉള്ള വെജിറ്റബിൾസിലൊക്കെ ബീറ്റാ കരോട്ടിന്റെ ഫോമിലാണ് ഈ വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ളത്. നമ്മുടെ ബോഡിയിൽ എത്തുന്ന ഈ ബീറ്റാ കരോട്ടിനെ വൈറ്റമിൻ എ ആയിട്ട് കൺവേർട്ട് ചെയ്യാനും ആര് വേണം? അയൺ എന്ന് പറയുന്ന മൈക്രോ മിനറൽ വേണം. അതേപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ കെമിക്കൽ കോമ്പൗണ്ട് സിന്തസിസിനും അയൺ ആവശ്യമാണ്. അതേപോലെ തന്നെ ബ്ലഡിലുള്ള ലിക്വിഡ്സിന്റെ ഒക്കെ ക്ലിയറൻസിന് വേണ്ടിയിട്ട് അയൺ എസെൻഷ്യൽ ആണ്. അതേപോലെ തന്നെ ലിവർ, നമ്മൾ കഴിക്കുന്ന ഡ്രഗ്സിന് ഉദ്ദേശിക്കുന്നത് ഇവിടെ മരുന്ന്. അപ്പൊ നമ്മൾ കഴിക്കുന്ന മരുന്നൊക്കെ ആദ്യം അതുകൊണ്ടാണ് മരുന്ന് ഓവറായിട്ട് കഴിക്കരുത്, ഡോക്ടറെ റെക്കമെൻഡ് ചെയ്യാതെ ബോഡി അതായത് നമ്മുടെ ബോഡിയിൽ എത്തിയിട്ടുള്ള വിഷാംശങ്ങളൊക്കെ നീക്കം ചെയ്യുന്നത് ലിവറാണ്. അങ്ങനെ ഡ്രഗ്സിലും അതിന്റെ നമ്മളിങ്ങനെ ഓവറായിട്ട് മരുന്ന് കഴിക്കുന്ന ലിവറിനാണ് ഏറ്റവും കൂടുതൽ കേടുപാടുകൾ സംഭവിക്കുന്നത്. ഈ എന്ന് പറയുന്ന മൈക്രോ മിനറല് ലിവറിന്റെ ഡീടോക്സിഫിക്കേഷനും സഹായിക്കുന്നുണ്ട്. ഒന്നും കൂടെ പറയാം, അയൺ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഹീമോഗ്ലോബിന്റെ ഒരു പാർട്ടാണ്. ഓക്സിജന്റെ ട്രാൻസ്പോർട്ട്, ലങ്സിൽ നിന്ന് ഓക്സിജനെ സെൽസിൽ എത്തിക്കുന്നതും അതേപോലെ തന്നെ സെൽസ് പുറന്തള്ളുന്ന കാർബൺ ഡയോക്സൈഡിനെ ലങ്സിൽ എത്തിക്കുന്നതും ഈ അയൺ എന്ന് പറയുന്ന മൈക്രോയുടെ സഹായത്തോടു കൂടിയിട്ടാണ്. അതേപോലെ തന്നെ വൈറ്റമിൻ എയുടെ പ്രിക്കഴ്സർ ആയിട്ടുള്ള ഫുഡിലൊക്കെ കാണപ്പെടുന്ന ബീറ്റാ കരോട്ടിനെ വൈറ്റമിൻ എ ആക്കി മാറ്റുന്നതും ഈ അയൺ എന്ന് പറയുന്ന മൈക്രോ മിനറലാണ്. സെല്ലുലാർ റെസ്പിറേഷന് വേണ്ടി ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും ഈ അയൺ എന്ന് പറയുന്ന മൈക്രോ മിനറലാണ്. അതേപോലെ തന്നെ ബ്ലഡിലുള്ള ലിക്വിഡ്സിന്റെ ഒക്കെ ക്ലിയറൻസിന് സഹായിക്കുന്നു. സിന്തസിസ് ഓഫ് പുരൈൻസ്, അതേപോലെ തന്നെ ഡ്രഗ്സിന്റെ ഒക്കെ ലിവറിൽ ഡ്രഗ്സിന്റെ ഒക്കെ ഡീടോക്സിഫിക്കേഷനെ സഹായിക്കുന്നതും ഈ അയൺ ആണ്. ഈ അയൺ ഡെഫിഷ്യൻസി ഒക്കെയർ ചെയ്യാനുള്ള മെയിൻ കാരണം ഞാൻ പറഞ്ഞു ബോഡി ഫെർട്ടിൻ ഹീമോസിഡറിൻ എന്ന ഫോമിലാണ് അയണിനെ സ്റ്റോർ ചെയ്യുന്നത്. ലിവറിലും ബോൺ ബാരിയറിലും സ്പ്ലീനിലും ഒക്കെ അതിന്റെയും റിഡക്ഷൻ ബോഡിയിൽ സംഭവിച്ചാൽ മാത്രമാണ് അയൺ ഡെഫിഷ്യൻസി വരുന്നത്. ഈ അയൺ ഡെഫിഷ്യൻസി വന്നാൽ ആദ്യം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഹീമോഗ്ലോബിന്റെ കോൺസെൻട്രേഷനിലും സൈസിലും ഒക്കെ വ്യത്യാസം വരും, റിഡക്ഷൻ സംഭവിക്കും, അളവ് കുറയും. അതിനെയാണ് മൈക്രോസിറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയ എന്ന് പറയുന്നത്. ഒരു 250 മില്യൺ വുമൻസ് എടുത്താൽ അതിൽ 15 മുതൽ 49 വരെ ഉള്ള ഏജ് ഗ്രൂപ്പ് എടുത്താൽ ധാരാളം അയൺ ഡെഫിഷ്യൻസി അനീമിയക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. WHO റിപ്പോർട്ട്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ റിപ്പോർട്ട് പ്രകാരം 250 million of women between
15 to 49 15 മുതൽ 49 വയസ്സുള്ള വുമൻസിനെ എടുത്താൽ അതിൽ 250 മില്യൺ വുമൻസ് അയൺ ഡെഫിഷ്യൻസി അനീമിയയ്ക്ക് കാരണക്കാരാണ്. അതേപോലെ തന്നെ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയിലെ കാര്യം പറയുകയാണെങ്കിൽ 60 to 80% ഓഫ് പ്രഗ്നന്റ് വുമൻ പ്രഗ്നന്റ് ആയിട്ടുള്ള 60 മുതൽ 80% വുമൻസും ഈ അയൺ ഡെഫിഷ്യൻസി മൂലം അനീമിക്കാണ്. ഈ അനീമിയ വരാനുള്ള കാരണം പ്രഗ്നന്റ് വുമൻസിലൊക്കെ അനീമിയ വരാനുള്ള കാരണം ഈ അയണിന്റെ ഡെഫിഷ്യൻസി കാരണമാണ്. അതുപോലെ തന്നെ ഫോളേറ്റ് അതായത് ഫോളിക് ആസിഡ് B9 വൈറ്റമിൻ B9 കുറവ് മൂലം B12 B6 വൈറ്റമിൻ സിയുടെ ഒക്കെ കുറവ് മൂലം അയണിന്റെ ഡെഫിഷ്യൻസി വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഈ ബാക്കിയുള്ള ഈ വൈറ്റമിൻസും ഒക്കെ അയണിന്റെ അബ്സോർപ്ഷനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഈ ബാക്കിയുള്ള ഈ B9 B6 B12 ആൻഡ് C ഇത്രയും വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസി നമ്മുടെ ബോഡിയിൽ വന്നാലും ഓട്ടോമാറ്റിക്കലി അയണിന്റെ അബ്സോർപ്ഷൻ നമ്മുടെ ബോഡിയിൽ കുറയും. അതിന്റെ ഡെഫിഷ്യൻസി വരാനുള്ള ചാൻസും കൂടുതലാണ്. അതേപോലെ തന്നെ മെൻസ്ട്രൽ പീരിയഡ്സിലൊക്കെ ധാരാളം ബ്ലഡ് പോവാ, ലോസ് ഓഫ് ബ്ലഡ്. അതേപോലെ തന്നെ എന്തെങ്കിലും അസുഖം മൂലം ബ്ലഡിന്റെ ഒക്കെ ലോസ് ഉണ്ടാവുക, ബ്ലഡ് ഒക്കെ നഷ്ടപ്പെട്ടു പോവാ, അല്ലെങ്കിൽ ഇഞ്ചുറി മുറിവ് എന്തെങ്കിലും അപകടം വഴി ബ്ലഡ് ഒക്കെ നഷ്ടപ്പെട്ടു പോവാ. അതേപോലെ തന്നെ ബ്ലഡ് ഒക്കെ ക്ലോട്ട് ആവാതിരിക്കുന്ന അവസ്ഥയിൽ അയൺ ഡെഫിഷ്യൻസി വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഞാൻ പറഞ്ഞു അയൺ സ്റ്റോർ ചെയ്യുന്നത് 2 ഫോമിലാണ്, ഫെർട്ടിൻ ആൻഡ് ഹീമോസിഡറിൻ. ഒരു ആവറേജ് ലോസ് ഓഫ് അയൺ എന്ന് പറയുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള അഡൽറ്റില് 1 mg/day ആണ് പറയുന്നത്. നോർമലി ബാക്കിയുള്ള മിനറൽസിനെ പോലെയല്ല യൂറിനിലൂടെ ഒക്കെ ഉള്ള എക്സ്ക്രീഷൻ അയണിന്റെ കുറവാണ്. പിന്നെ മെൻസ്ട്രൽ ആയിട്ടുള്ള വുമൻസിലാണെങ്കിൽ 0.5 mg/day അയൺ ലോസ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് മെൻസ്ട്രേഷന്റെ ഒക്കെ ടൈമില്. ഇതിന്റെ റിട്ടൻഷൻ ഒക്കെ, അതായത് ഇതിങ്ങനെ ലോസ് ആയി പോകുന്നത് തടയാൻ വേണ്ടിയിട്ട് 1 mg/day ഓഫ് അയൺ അഡൽട്ട് മെയിൽസിൽ 1 mg/day ഓഫ് അയൺ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പോസ്റ്റ് മെനോപോസൽ അതായത് മെൻസ്ട്രേഷൻ നിന്ന ഫീമെയിൽസിലാണെങ്കിൽ 10 mg/day റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള വിമൻസിലാണെങ്കിൽ 18 mg/day ആണ് അയൺ റെക്കമെൻഡ് ചെയ്യുന്നത്. ഈ സ്റ്റോർ ചെയ്തിരിക്കുന്ന അയണിനെ ഹീമോഗ്ലോബിന്റെ സിന്തസിസിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ബോഡിക്ക് മൊബിലൈസ് അത് കൺവേർട്ട് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. RBCയുടെ സിന്തസിസിന് വേണ്ടിയിട്ടും അയൺ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അയണിന്റെ മെയിൻ ആയിട്ടുള്ള സോഴ്സ് ഏതൊക്കെയാന്ന് വെച്ചാൽ ഓർഗൻ മീറ്റ്സ്, അതായത് ലിവർ, കിഡ്നി, ഹാർട്ട് പോലുള്ള മീറ്റ്സ് അയൺ റിച്ച് സോഴ്സ് ആണ്. അതേപോലെ ലീൻ മീറ്റ്സ്, എഗ്, പൾസസ്, പയറുവർഗ്ഗങ്ങള്, ഡ്രൈഡ് ഫ്രൂട്ട്സ്, പിന്നെ ഹോൾ ഗ്രെയിൻസ്, സീരിയൽസ്, പിന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഇലക്കറികള്, അതൊക്കെ ഗുഡ് സോഴ്സ് ആണ്. പക്ഷെ മിൽക്കും മിൽക്ക് പ്രൊഡക്ട്സും ഒക്കെ അയണിന്റെ പ്യുവർ സോഴ്സ് ആണ്. അടുത്ത പറയാവുന്ന മൈക്രോ മിനറൽ എന്ന് പറയുന്നത് കാണപ്പെടുന്നുണ്ട്. പ്ലാന്റ്സിലും അനിമൽസിലും ഒക്കെ നല്ലതായിട്ട് കാണുന്നുണ്ട്. ഈ ഫ്ലോറിൻ വാട്ടറിൽ ഫ്ലോറിന്റെ കണ്ടന്റ്, അതുകൊണ്ട് ഫ്ലോറിൻ ഡെഫിഷ്യൻസി വരാനുള്ള ചാൻസ് കുറവാണ്. ഈ ഫ്ലോറിൻ എന്ന് പറയുന്ന ഹോർമോൺ ടൂത്തിന്റെ ആമൽ ബോണിലൊക്കെയാണ് കാണപ്പെടുന്നത് ഫ്ലൂറൈഡിന്റെ ഫോമില്. അതെന്ന് പറഞ്ഞാൽ പല്ലിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, ടൂത്തിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ഫ്ലൂറിൻ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ളത്. 1.5 mg പോലും ഫ്ലൂറിൻ നമ്മുടെ ബോഡിക്ക് ആവശ്യം
ഓരോരോ പ്രശ്നം മോഡലിംഗ് ഓഫ് ടീത്ത് എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥ ചിൽഡ്രനിൽ കാണാനുള്ള ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ അഡൾട്ട്സിലാണെങ്കിൽ 4 mg ഒക്കെ ചെന്ന് കഴിയുമ്പോഴേക്കും ഓസ്റ്റിയോപോറോസിസിനെതിരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഈ ഫ്ലൂറിന്റെ ടോക്സിസിറ്റി കാരണം വരുന്ന ഒരു അവസ്ഥയാണ് ഫ്ലൂറോസിസ് എന്ന് പറയുന്നത്. അത് മെയിൻ ആയിട്ട് കാണപ്പെടുന്നത് ഡെയിലി 20 mg/ഡേ അത്രയും ഒക്കെ അളവില് കഴിച്ചു കഴിഞ്ഞാലാണ്, അതായത് 20 mg കൂടുതൽ ഫ്ലൂറിൻ അല്ലെങ്കിൽ ഫ്ലൂറൈഡിന്റെ ഫോമിൽ അത് ബോഡിയുടെ ഉള്ളിൽ ചെല്ലുന്ന ആൾക്കാരിലാണ് ഫ്ലൂറോസിസ് എന്ന് പറയുന്ന അസുഖമൊക്കെ കാണപ്പെടുന്നത്. അതിന്റെ സേഫ് ആയിട്ടുള്ള RD എന്ന് പറയുന്നത് 1.5 to 4 mg/ഡേ ആണ് അഡൾട്ട്സിൽ. അഡൾട്ട് ആയിട്ടുള്ള ഫീമെയിൽസിലും മെയിൽസിലും 1.5 to 4 mg/ഡേ ആണ് സേഫ് ആയിട്ടുള്ള കൺസെപ്ഷൻ റേറ്റ് എന്ന് പറയുന്നത്. വാട്ടറിൽ ഫ്ലൂറൈഡിന്റെ കണ്ടന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ 1 ലിറ്റർ വാട്ടറിൽ 1 mg/ഡേ ഫ്ലൂറിൻ കാണാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഫ്ലൂറിന്റെ ഡെഫിഷ്യൻസി അങ്ങനെ വരാനുള്ള ചാൻസ് ഇല്ല, പക്ഷെ ഫ്ലൂറിൻ ടോക്സിസിറ്റി വരാം. ചിൽഡ്രൻസിലാണെങ്കിൽ മോഡലിംഗ് ഓഫ് ടീത്ത് എന്ന് പറയുന്ന അവസ്ഥയും അഡൾട്ട്സിലാണെങ്കിൽ ഫ്ലൂറോസിസ് എന്ന് പറയുന്ന അവസ്ഥയുമാണ് ഫ്ലൂറിൻ ടോക്സിസിറ്റി കാരണം വരുന്നത്. അടുത്ത പറയാൻ പോകുന്നത് സിങ്കിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. സിങ്ക് എന്ന് പറയുന്നത് ഒരു മൈക്രോ മിനറൽ ആണ്. പ്ലാന്റ്സിലും ആനിമൽസിലും ഹ്യൂമൻസിലും ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മിനറലാണ് സിങ്ക് എന്ന് പറയുന്നത്. ഈ മിനറല് ധാരാളം എൻസൈംസിന്റെ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് ആണ്. ഈ മെറ്റാബോളിക് പാത്വേസ്, അതായത് മെറ്റാബോളിസത്തിനും കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ പോലുള്ള മൈക്രോ ന്യൂട്രിയൻസിന്റെ മെറ്റാബോളിസത്തിന് സഹായിക്കുന്ന ധാരാളം എൻസൈംസിന്റെ ഒരു പാർട്ടാണ് സിങ്ക് എന്ന് പറയുന്ന മൈക്രോ മിനറൽ. അതേപോലെ തന്നെ ന്യൂക്ലിയിക് ആസിഡ്, RNA DNA പോലുള്ള ന്യൂക്ലിയിക് ആസിഡ്സിന്റെ സിന്തസിസിനും സിങ്ക് കണ്ടെയ്നിങ് എൻസൈം അതായത് സിങ്കിന്റെ കണ്ടന്റ് ഉള്ള എൻസൈംസ് ആവശ്യമാണ്. അതേപോലെ തന്നെ സിങ്ക് വേറെ കുറെ മിനറൽസിനെ പോലെ തന്നെ നമ്മുടെ ബോൺസിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഈ സിങ്കിന്റെ അളവ് നമ്മുടെ ബോഡിയിൽ കുറഞ്ഞാലുള്ള അവസ്ഥ ഏതൊക്കെയാണെന്ന് വെച്ചാല് ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, വിശപ്പില്ലായ്മ, ഫെയിലിയർ ടു ഗ്രോ, വളർച്ചയൊക്കെ മുരടിച്ചു പോവാ, സ്കിന്നിനുള്ള ചേഞ്ചസ്, അലർജി പോലുള്ള സ്കിന്നിനുള്ള ചേഞ്ചസ്, അതേപോലെ തന്നെ ഇമ്പയർഡ് റീജനറേഷൻ ഓഫ് വോൺസ്, അതായത് മുറിവൊക്കെ ഉണങ്ങാതിരിക്കുക, അതേപോലെ തന്നെ ഡിക്രീസ്ഡ് ടേസ്റ്റ് ആക്ടിവിറ്റീസ്, ടേസ്റ്റ് ഒക്കെ കുറഞ്ഞതുപോലെ തോന്നുക. അതൊക്കെയാണ് ഈ സിങ്കിന്റെ അളവ് ബോഡിയിൽ കുറഞ്ഞാലുള്ള ഡെഫിഷ്യൻസി ഡിസീസസ് എന്ന് പറയുന്നത്. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് കിട്ടുന്ന 40% സിങ്കും ബോഡി അബ്സോർബ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഫുഡിലുള്ള ഫൈറ്റേറ്റ്, സീരിയൽസിലൊക്കെ ഫൈറ്റിക് ആസിഡ് ഉണ്ടെന്ന് പറഞ്ഞു. അതേപോലെയുള്ള ഫൈറ്റേറ്റും ഫൈബറിന്റെ കണ്ടന്റും ഒക്കെ സിങ്കിന്റെ അവൈലബിലിറ്റിയെ കുറയ്ക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ അഡൾട്ട് ആയിട്ടുള്ള മെയിൽസിലായാലും ഫീമെയിൽസിലായാലും 15 mg/ഡേ ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അഡീഷണൽ ഓഫ് 5 mg/ഡേ പ്രഗ്നൻസിയിലെ ടൈമിലും 50+5 mg/ഡേ പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൻസിനും അഡീഷണൽ ഓഫ് 10, അതായത് 15+10 mg/ഡേ ലാക്ടേഷന്റെ സമയത്തും ലാക്ടേറ്റിംഗ് ആയിട്ടുള്ള വുമൻസ് കഴിച്ചിരിക്കണം. ഈ പ്രീ അഡോൾസെന്റ് ചിൽഡ്രന്റെ കേസ് പറയുകയാണെങ്കിൽ അവരുടെ RD എന്ന് പറയുന്നത് 10 mg/ഡേ തന്നെയാണ്. ഇൻഫൻസ്, തീരെ ചെറിയ കുട്ടികളിലാണെങ്കിൽ സിങ്ക് റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ് എന്ന് പറയുന്നത് 3 mg/ഡേ ആണ്. ആനിമൽ മീറ്റ്സും സീ ഫുഡ്സും ഒക്കെയാണ് ഇതിന്റെ മെയിൻ സോഴ്സസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്ന മൈക്രോ മിനറൽ ആണ് കോപ്പർ എന്ന് പറയുന്നത്. ഈ കോപ്പർ എന്ന് പറയുന്നത് ധാരാളം വെർട്ടിബ്രേറ്റ്സ്, ധാരാളം ആനിമൽ സ്പീഷീസിലൊക്കെ കാണപ്പെടുന്ന ഒന്നാണ് കോപ്പർ എന്ന് പറയുന്ന മൈക്രോ മിനറൽ. ഇത് മെയിൻ ആയിട്ട് സെറുലോപ്ലാസ്മിൻ, അതായത് ഒരു പ്ലാസ്മ പ്രോട്ടീനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് സെറുലോപ്ലാസ്മിൻ ആയിട്ടാണ് കാണപ്പെടുന്നത്. അതാണ് കോപ്പറിന്റെ ട്രാൻസ്പോർട്ടബിൾ ഫോം എന്ന് പറയുന്നതാണ് സെറുലോപ്ലാസ്മിൻ. അതേപോലെ തന്നെ ഈ കോപ്പറിന്റെ മെയിൻ സോഴ്സ് എന്ന് പറഞ്ഞാൽ നട്ട്സ്, ഓയിസ്റ്റർ, ഡ്രൈഡ് പൾസസ്, അതൊക്കെയാണ് ഈ കോപ്പറിന്റെ മെയിൻ സോഴ്സസ് എന്ന് പറയുന്നത്.
ഈ കോപ്പറിന്റെ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ അനീമിയ വരാനുള്ള ചാൻസ് ഉണ്ട്. അത് കാരണം എന്താന്ന് വെച്ചാല് അയണിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് നടക്കാത്തത് മൂലം, കോപ്പറും കൂടെ ഉണ്ടെങ്കിൽ അയണിന്റെ പ്രോപ്പർ ആയിട്ടുള്ള മൊബിലൈസേഷൻ നടക്കുള്ളൂ. ഈ കോപ്പറിന്റെ ഡെഫിഷ്യൻസി വരുന്നത് മൂലം അയണിന്റെ പ്രോപ്പർ ആയിട്ടുള്ള മൊബിലൈസേഷൻ നടക്കാത്തത് കൊണ്ട് തന്നെ അനീമിയ വരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് അയൺ സ്റ്റോർ ചെയ്ത് വെക്കും എന്ന് പറഞ്ഞു ബോഡിയിൽ, ആ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന അയണിനെ നമ്മൾ അയണിന്റെ ട്രാൻസ്പോർട്ടബിൾ ഫോം ആയിട്ട് കൺവേർട്ട് ചെയ്യാതെ വരികയും അതിന്റെ ട്രാൻസ്പോർട്ട് ഇനി അഥവാ ട്രാൻസ്പോർട്ട് ചെയ്താൽ പോലും അതിന്റെ മൊബിലൈസേഷൻ നടക്കാതെ വരികയും ഇനി അഥവാ അതിനെ അയണിന്റെ ട്രാൻസ്പോർട്ടബിൾ ഫോമിൽ കൺവേർട്ട് ചെയ്താൽ പോലും അതിന്റെ മൊബിലൈസേഷൻ നടക്കാതെ വരികയും ചെയ്യുന്നതോടുകൂടി നമുക്ക് അനീമിയ പിടിപെടാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മുടെ സ്കെലറ്റൽ സിസ്റ്റത്തിനുള്ള ഡിഫക്ട്സ് വരും. അതേപോലെ തന്നെ ഹെയറിലൊക്കെ ഉള്ള പിഗ്മെന്റേഷൻ, ഡീപിഗ്മെന്റേഷൻ, ഹെയറിന്റെ ഒക്കെ കളർ വ്യത്യാസം, നരച്ചൊക്കെ പോവുക, അതൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് കോപ്പറിന്റെ ഡെഫിഷ്യൻസി കാരണം. റീപ്രൊഡക്റ്റീവ് ഫെയിലിയർ, അതായത് ഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. റീപ്രൊഡക്ഷനെ ഒക്കെ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട് കോപ്പറിന്റെ ഡെഫിഷ്യൻസി കാരണം. അതേപോലെ തന്നെ ഹാർട്ടിന്റെ ഡിസീസ്, കാർഡിയോവാസ്കുലർ, CVDs എന്ന് പറഞ്ഞാൽ കാർഡിയോവാസ്കുലർ ഡിസീസസ്, അതൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് കോപ്പറിന്റെ ഡെഫിഷ്യൻസി കാരണം. ഈ കോപ്പർ എന്ന് പറയുന്നത് ധാരാളം എൻസൈംസിന്റെ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് ആണ്. മെയിൻ ആയിട്ട് കാണപ്പെടുന്നത് പ്ലാസ്മ പ്രോട്ടീനുമായിട്ട് ചേർന്ന സെറിലോപ്ലാസ്മിന്റെ ഫോമിലാണ് കാണപ്പെടുന്നത്. അതിന് ഇതിന്റെ റെക്കമെൻഡ് ഡയറ്ററി അലവൻസ് എന്ന് പറയുമ്പോൾ 2 to 3 mg ആണ് അഡൽട്ട് ആയിട്ടുള്ള ഫീമെയിൽസിലും മെയിൽസിലും ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്നത്. ഈ കൗ മിൽക്ക് എന്ന് പറയുന്നത് കോപ്പറിന്റെ ഒരു പ്യുവർ സോഴ്സ് ആണ്. മെയിൻ സോഴ്സ് എന്ന് വെച്ചാൽ ഓയിസ്റ്റർ, നട്ട്സ്, ലിവർ, കിഡ്നി, ഡ്രൈഡ് പൾസ്, അതൊക്കെയാണ് കോപ്പറിന്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നോക്കാൻ പോകുന്ന മൈക്രോ മിനറൽ ആണ് അയഡിൻ എന്ന് പറയുന്നത്. അയഡിൻ എല്ലാവർക്കും കേട്ടിട്ടുണ്ടാവും. അയഡൈസ്ഡ് സോൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഫോർട്ടിഫൈഡ് സോൾട്ട് ആണ്. അയഡൈസ്ഡ് സോൾട്ട് എന്ന് പറഞ്ഞാൽ ഈ സോൾട്ടിന്റെ കൂടെ, നോർമൽ ആയിട്ടുള്ള സോൾട്ടിന്റെ കൂടെ അയഡിനും കൂടെ ആഡ് ചെയ്യുക, അതാണ് അയഡൈസ്ഡ് സോൾട്ട്. മെയിൻ ആയിട്ട് എന്തിനാന്ന് വെച്ചാൽ അയഡിൻ ഡെഫിഷ്യൻസി തടയാൻ വേണ്ടിയിട്ടാണ് സർക്കാർ അയഡൈസ്ഡ് സോൾട്ട് ഇറക്കിയിരിക്കുന്നത്. ഈ അയഡിൻ മെയിൻ ആയിട്ട് തൈറോയ്ഡ് ഹോർമോൺസ്, നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന തൈറോയ്ഡ് ഹോർമോൺസ്, തൈറോക്സിൻ, ട്രൈഐഡോതൈറോൻ പോലെയുള്ള തൈറോയ്ഡ് ഹോർമോൺസിന്റെ ഒരു ഇന്റഗ്രൽ പാർട്ടാണ് അയഡിൻ എന്ന് പറയുന്നത്. ഇതിന് ധാരാളം മെറ്റാബോളിസത്തിലൊക്കെ റോളുണ്ട്. ഈ അയഡിന്റെ മെയിൻ ഡിവിഷൻ പോലും വരുന്നതാണ്. അയഡിന്റെ അളവ് കുറഞ്ഞാല് തൈറോയ്ഡ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് ആയ തൈറോക്സിന്റെയും ട്രൈഐഡോതൈറോണിന്റെയും അളവിലും കുറവ് വരാം. നോർമലി റെക്കമെൻഡ് ചെയ്യുന്ന RDA എന്ന് പറഞ്ഞാൽ 150 mg per adults and children ആണ്. അഡീഷണൽ ഓഫ് 25 to 30 mg പ്രഗ്നന്റും ലാക്ടേറ്റിംഗ് ആയിട്ടുള്ള വിമൻസ് കൺസ്യൂം ചെയ്തിരിക്കണം. ഈ ബോഡിയില് നോർമലി ഒരു ഹെൽത്തി ആയിട്ടുള്ള അഡൽട്സിൽ 20 to 30 mg ഓഫ് അയഡിൻ കാണപ്പെടുന്നുണ്ട്. അതിൽ 60% തൈറോയ്ഡ് ഗ്ലാൻഡിലാണ് കാണപ്പെടുന്നത്. പിന്നെ ബാക്കിയുള്ള 40% എന്ന് പറയുന്നത് ടിഷ്യൂസിലൊക്കെ, നമ്മുടെ ബോഡിയിലുള്ള ബാക്കി സെൽസിലും ടിഷ്യൂസിലൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുകയാണ്. ഇപ്പൊ നമ്മൾക്ക് ഐഡിൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കൺസ്യൂം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ അഡൈസ്ഡ് സോൾട്ടിന്റെ ഉപയോഗം ഈ അയഡിൻ ഡെഫിഷ്യൻസിയെ കുറയ്ക്കാൻ സഹായിക്കും. നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള അയഡിൻ പ്രൊവൈഡ് ചെയ്യാൻ അയഡൈസ്ഡ് സോൾട്ട് യൂസ് ചെയ്താൽ മതി. അയഡൈസ്ഡ് സോൾട്ടിന് സഹായിക്കും. നോർമൽ സോൾട്ടിനെ അപേക്ഷിച്ച് അയഡൈസ്ഡ് സോൾട്ടിൽ അയഡിൻ കണ്ടന്റ് ഉണ്ട്. അടുത്തതാണ് ക്രോമിയം എന്ന് പറയുന്ന മൈക്രോ മിനറല്. ക്രോമിയം എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഗ്ലൂക്കോസ് മെറ്റാബോളിസത്തിനൊക്കെ വേണ്ടിയിട്ടാണ്. ക്രോമിയമിന്റെ സിമ്പിളാണ് CR. ഈ ക്രോമിയം എന്ന് പറയുന്നത് ഹ്യൂമൻസിൽ ഏജ് കൂടുന്നതനുസരിച്ച് ബോഡിയിൽ ക്രോമിയത്തിന്റെ അളവ് കുറയാനുള്ള ചാൻസ് ഉണ്ട്.
ക്രോമിയത്തിന്റെ ഡെഫിഷ്യൻസി മൂലം മെയിൻ ആയിട്ട് അത് അഫക്ട് ചെയ്യുന്നത് ഗ്ലൂക്കോസ് മെറ്റാബോളിസത്തെയാണ്. ഗ്ലൂക്കോസിന്റെ മെറ്റാബോളിസത്തെയാണ് അത് അഫക്ട് ചെയ്യുന്നത്. അതിന്റെ മെയിൻ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റർബ്ഡ് ഗ്ലൂക്കോസ് മെറ്റാബോളിസം. അത്രയാണ് ക്രോമിയത്തെ പറ്റി പറയാനുള്ളത്. ഇനി അതിന്റെ RDA എന്ന് പറഞ്ഞാൽ 50 to 200 μg ആണ് അഡൽട്ട് ആയിട്ടുള്ള ഫീമെയിൽസിലും മെയിൽസിലും റെക്കമെൻഡ് ചെയ്യുന്ന RDA എന്ന് പറയുന്നത്. ഇതിന്റെ മെയിൻ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഈസ്റ്റ്, വൈനൊക്കെ ഉണ്ടാക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ഈസ്റ്റ്, അതേപോലെ ചീസ്, സ്പൈസസ്, ഹോൾ ഗ്രെയിൻസ്, സീരിയൽസ്, ധാന്യവർഗ്ഗങ്ങൾ, അതൊക്കെയാണ് ക്രോമിയത്തിന്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് മൈക്രോ മിനറൽ ആണ് കൊബാൾട്ട്. കൊബാൾട്ടിന്റെ സിമ്പിൾ ആണ് CO. വൈറ്റമിൻ B12 പറ്റി പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞിരുന്നു, വൈറ്റമിൻ B12 വേറൊരു പേരാണ് കൊബാലമൈൻ എന്ന് പറയുന്നത്. ഈ കൊബാലമൈനിന്റെ പേര് വരാനുള്ള കാരണം ആ വൈറ്റമിൻ B12 സ്ട്രക്ചറിലെ, കെമിക്കൽ സ്ട്രക്ചറിൽ കൊബാൾട്ട് എന്ന് പറയുന്ന എലമെന്റ് അഥവാ മൈക്രോ മിനറൽ ഉള്ളത് കൊണ്ടാണ് കൊബാലമൈൻ എന്ന് പറയുന്നത്. ഇപ്പൊ കൊബാൾട്ടിന്റെ കേസിൽ നമുക്ക് പറയാം, കൊബാൾട്ട് എന്ന് പറയുന്ന മൈക്രോ മിനറൽ വൈറ്റമിൻ B12 ഒരു സ്ട്രക്ചറിൽ ഒരു സ്ട്രക്ചർ എടുത്ത് നോക്കുമ്പോൾ വൈറ്റമിൻ B12 ഒരു പാർട്ടാണ് കൊബാൾട്ട് എന്ന് പറയുന്നത്. ഈ കൊബാൾട്ടിന്റെ ഡെഫിഷ്യൻസി വരുവാണെങ്കിൽ അനീമിയ വരാനുള്ള ചാൻസ് ഉണ്ട്, മസ്കുലർ ആട്രോഫി, മസിൽസിനൊക്കെ പ്രശ്നം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്, ആൻഡ് ഡെത്ത് വരെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി മൂലം വരുന്ന അനീമിയാണ് പെർനീഷ്യസ് അനീമിയ. അപ്പൊ ഈ കൊബാൾട്ടിന്റെ കുറവ് വന്നാലും പെർനീഷ്യസ് അനീമിയ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കൊബാൾട്ട് വൈറ്റമിൻ B12 ഒരു പാർട്ടാണ് സ്ട്രക്ചറിൽ നോക്കുമ്പോൾ. അതുകൊണ്ട് കൊബാൾട്ടിന്റെ അളവ് കുറഞ്ഞാല് വൈറ്റമിൻ B12 പ്രൊഡക്ഷനും കുറയും. അതുകൊണ്ട് തന്നെ പെർനീഷ്യസ് അനീമിയ പോലുള്ള മാരക അസുഖം വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻ B12 അതിനെപ്പറ്റി ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞതാണ് ഇൻഡസ്റ്റൈനൽ മൈക്രോഫ്ലോറ, അതായത് നമ്മുടെ ഗട്ട് ഇൻഡസ്റ്റൈനിലൊക്കെ ഉള്ള നല്ല ബാക്ടീരിയാസിന് വൈറ്റമിൻ B12 നമ്മുടെ ബോഡിയിൽ സിന്തസൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് കൊബാൾട്ടിന്റെ അളവ് കുറയുകയാണെങ്കിൽ അതിന്റെ പ്രൊഡക്ഷൻ കുറയും. അതിന്റെ പ്രൊഡക്ഷൻ കാരണം പെർനീഷ്യസ് അനീമിയ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇത്രയാണ് കൊബാൾട്ടിനെ പറ്റി പറയാനുള്ളത്. അങ്ങനെ നമ്മുടെ മിനറൽസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. 2 തരത്തിലുണ്ട് മിനറൽസ്, മാക്രോ മിനറൽസും മൈക്രോ മിനറൽസും. മാക്രോ മിനറൽസ് ആണ് മഗ്നീഷ്യം, സോഡിയം, പൊട്ടാസ്യം, ക്ലോറിൻ, ഇത്രയും. മൈക്രോ മിനറൽസ് ആണ് അയൺ, ഫ്ലൂറിൻ, സിങ്ക്, കോപ്പർ, അയഡിൻ, ക്രോമിയം, കൊബാൾട്ട്. ഇത്ര നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞത് അതിന്റെ ഫങ്ഷൻസും ഡെഫിഷ്യൻസി മൂലം വരുന്ന കാര്യങ്ങളും, പിന്നെ ഈ മൈക്രോ മിനറൽസും നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നും, പിന്നെ അതിന്റെ എന്തിനൊക്കെയാണ് അത് സഹായിക്കുന്നതെന്നും, എത്ര അളവിൽ എങ്ങനെയൊക്കെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതെന്നും ഒക്കെയാണ് ഈ ക്ലാസ്സിൽ പറഞ്ഞത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.